ന്യൂസ് 26-ന്റെ അതിഥിക്കൊപ്പം എന്ന പരിപാടിയിലേക്ക് നിങ്ങൾക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ വിദ്യാർത്ഥി വിഭാഗമായ SKSSF-ന്റെ മലപ്പുറം ജില്ലാ പ്രഥമ സെക്രട്ടറിയും SKMEA-യുടെ മുൻ വർക്കിംഗ് സെക്രട്ടറിയുമായ പൊതുപ്രവർത്തകൻ ഹുസൈനാർ മാസ്റ്ററാണ് നമ്മുടെ ഇന്നത്തെ അതിഥി. മാഷെ, സ്നേഹപൂർവ്വം സ്വാഗതം. പക്ഷേ കഴിഞ്ഞ 2 ദിവസങ്ങളിലായിട്ട് വളരെ വൈറലായിട്ടുള്ള മാഷയുടെ ചില ഓഡിയോ ക്ലിപ്പുകൾ കേൾക്കാനിടയായി. ആ ഓഡിയോ ക്ലിപ്പ് പറഞ്ഞു തുടങ്ങുന്നത് തന്നെ 2 വിഭാഗം ആളുകളുണ്ട് സംസ്ഥയിൽ എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതിലൊരു വിഭാഗം പഴയ കാല രീതിയിൽ സംസ്ഥയെ മുന്നോട്ട് കൊണ്ടുപോകുന്ന പാണക്കാട് തങ്ങന്മാരെയും അതുപോലെ തന്നെ സംസ്ഥയുടെ ചിട്ടവട്ടങ്ങളിലൊക്കെ നീങ്ങുന്ന യഥാർത്ഥ സംസ്ഥക്കാരൻ. മറ്റൊരു വിഭാഗം എന്ന് പറയുന്നത് പുതിയ രീതിയിൽ സംസ്ഥയെ ചിത്രീകരിക്കാൻ ശ്രമിക്കുന്ന ആളുകളെ കുറിച്ചാണ്. എന്താണ് ഇത് തമ്മിലുള്ള ഒരു കമ്പാരിസൺ? എവിടെയാണ് ഇതിന്റെ പ്രയാസം ഉണ്ടായിട്ടുള്ളത്? ഈ പുതിയ വിഭാഗത്തെ കുറിച്ചാണ് അങ്ങയുടെ വോയിസിൽ മുഴുവനും. എന്താണ് ഇവരുടെ അജണ്ട? എവിടെയാണ് ഇവരുടെ പ്രഭവ കേന്ദ്രം? എന്താണ് ഇവരുടെ ഇതിനുള്ള കാരണം ഒന്ന് വിശദീകരിക്കാൻ കഴിയും? കരുവാരുകുണ്ട് കാളികാവ് പ്രദേശമാണ് ഈ 2ാം വിഭാഗത്തിന്റെ പ്രഭവ കേന്ദ്രം. യഥാർത്ഥത്തിൽ അവർ മറനീക്കി പുറത്തു വന്നത് 2016 ജില്ലാ പഞ്ചായത്തിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിലാണ്. ഒരു ചെറിയ ഗ്രൂപ്പിന് ഫോം ചെയ്തു അവർ, ഷജറത്തു ത്വയ്യിബ എന്ന പേരിൽ. അണിയറയിൽ അവർ പ്രവർത്തിക്കാൻ തുടങ്ങിയത് 2009 ശേഷമാണ്. 2009 ഫെബ്രുവരി 1 KT ഉസ്താദ് വഫാത്തായി. KT ഉസ്താദ് ഒരു പക്ഷേ ഈ പ്രദേശത്ത് സമസ്തയും ലീഗിനെയും ഒപ്പം കൊണ്ടു നടക്കുന്നതിൽ ഏറെ ശ്രദ്ധിച്ചിരുന്ന ഒരു പണ്ഡിതനായിരുന്നു. മാത്രവുമല്ല 89 ഒരു പിളർപ്പ് നടന്നു. ഇനി ഈ 2 സംഘടനകളിലും പിളർപ്പില്ലാതെ 2നെയും കൂട്ടി യോജിപ്പിച്ച് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിച്ച് എല്ലാ കാര്യങ്ങളിലും ഇടപെട്ടിരുന്ന ഒരാളായിരുന്നു KT ഉസ്താദ്. KT ഉസ്താദിന്റെ വഫാത്തിന് ശേഷം സ്വാഭാവികമായിട്ടും ഇങ്ങനത്തെ ഒരു വിഭാഗം രൂപീകരിക്കപ്പെടാനിടയാക്കിയ സാഹചര്യങ്ങൾ കരുവാറുകുണ്ട് ദാറുന്നജാത്ത് ഇസ്ലാമിക് സെന്ററിലെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. ദാറുന്നജാത്ത് അറബി കോളേജ് എയ്ഡഡ് ആയിരുന്നു. ആ എയ്ഡഡ് അറബി കോളേജിൽ സ്വാഭാവികമായിട്ടും ഒരു പ്രിൻസിപ്പൽ നിയമനവുമായി ബന്ധപ്പെട്ട ഇഷ്യൂ വന്നു. 2009 ഫെബ്രുവരി 1 ഉസ്താദ് വഫാത്തായി. അതേ ഫെബ്രുവരി 9/2/2009 ദാറുന്നജാത്തിന്റെ പ്രവർത്തക സമിതി ചേർന്നു. ഉസ്താദിന്റെ വഫാത്ത് നടന്ന അന്ന് തന്നെ അനുശോചന യോഗത്തിൽ ദാറുന്നജാത്തിന്റെ അടുത്ത സെക്രട്ടറി ആയിക്കൊണ്ട് അന്നത്തെ MLA കൂടിയായിരുന്ന ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് ഉമ്മർ സാഹിബിനെ പാണക്കാട് തങ്ങൾ പ്രഖ്യാപിച്ചിരുന്നു. ഇതിൽ അസംതൃപ്തരായ ഒരു വിഭാഗമുണ്ടായിരുന്നു. അന്നേ ദിവസം ആ പ്രഖ്യാപനം അംഗീകരിക്കുകയും തുടർ ദിവസങ്ങളിൽ ചിലയിടങ്ങളിൽ ഒരുമിച്ച് കൂടി അദ്ദേഹത്തെ മാറ്റണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പാണക്കാട്ടേക്ക് ഒരു വിഭാഗം പോയി. പാണക്കാട് തങ്ങളത് അംഗീകരിച്ചില്ലെന്ന് മാത്രമല്ല, പോയ ആളുകളെ കൃത്യമായി തിരിച്ചയച്ചു എന്നതാണ് വാസ്തവം. ഇതോടുകൂടി ഈ ടീം ദാറുന്നജാത്തിന്റെ സ്ഥാപനങ്ങളെ കയ്യിലൊതുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി പ്രവർത്തക സമിതിയിൽ 2 കാര്യങ്ങൾ പാസ്സാക്കിയെടുത്തു. എന്തായിരുന്നു പാസ്സാക്കിയെടുത്തത്? ഒന്ന്, ദാറുന്നജാത്ത് അറബി കോളേജ് എയ്ഡഡ് ആണ്. അതിന്റെ മാനേജർ സ്ഥാനത്തേക്ക് സെക്രട്ടറി സ്ഥാനം ആഗ്രഹിക്കുന്ന ഒരാളെ കൊണ്ടുവന്നാക്കി. മറ്റൊരു എയ്ഡഡ് സ്ഥാപനമാണ് ദാറുന്നജാത്ത് ഓർഫനേറ്റ് UP സ്കൂൾ, അതുപോലെ തന്നെ നജാത്ത് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, ദാറുന്നജാത്ത് ഹയർ സെക്കൻഡറി സ്കൂൾ, നജാത്ത് കോളേജ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി. ഇതൊക്കെ അംഗീകാരമുള്ള സ്ഥാപനങ്ങളാണ്. ഇതിൻ്റെ മാനേജറായിട്ട് മറ്റൊരു സാധാരണ ഭാരവാഹിയും അവർ തീരുമാനിച്ചു. ഈ തീരുമാനം യഥാർത്ഥത്തിൽ ഭരണഘടനയ്ക്കെതിരായിരുന്നു. ദാറുന്നജാത്തിന്റെ ഭരണഘടനയിൽ കൃത്യമായി പറയുന്ന ഒരു കാര്യം, ജനറൽ സെക്രട്ടറി തന്നെ ആയിരിക്കണം മാനേജറും കറസ്പോണ്ടന്റും. കാരണം KT ഉസ്താദ് എഴുതി സൊസൈറ്റീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത ഭരണഘടനയാണത്. ആ ഭരണഘടനാ ലംഘനമാണ് അന്ന് നടത്തിയത്. ജനറൽ സെക്രട്ടറി സ്വാഭാവികമായിട്ടും ഇത് അറിയാത്തത് കൊണ്ടല്ല, അദ്ദേഹം MLA ആയതുകൊണ്ടും അദ്ദേഹത്തിൻ്റെ ജോലി തിരക്ക് കാരണവും അദ്ദേഹം അത് തിരിച്ചു പിടിക്കാനോ ഏറ്റെടുക്കാനോ തയ്യാറായില്ല എന്നതാണ് വാസ്തവം. അങ്ങനെ അവിടുന്നേ തുടക്കം കുറിച്ചു. അതായത് ഉമ്മർ സാഹിബിനെ തങ്ങൾ പ്രഖ്യാപിച്ചത് ഇഷ്ടപ്പെടാത്ത ഒരു വിഭാഗം സ്വാഭാവികമായി ഉമ്മർ സാഹിബിന് ലഭിക്കേണ്ടിയിരുന്ന അധികാരങ്ങൾ കവർന്നെടുത്തു എന്ന് തന്നെ അക്കാര്യത്തെക്കുറിച്ച് പറയാൻ പറ്റും. അപ്പം മാഷ് പറഞ്ഞു വരുന്നത്, ദാറുന്നജാത്തിന്റെ പ്രസിഡന്റ് സ്ഥാനം ലഭിക്കാതെ പോയ ചില അധികാരമോഹികളായ ആളുകളെ, അവർക്ക് അത് ലഭിക്കാതെ പോയതുകൊണ്ട് ലീഗ് വിരുദ്ധ ചേരിക്ക് രൂപം കൊടുത്തു എന്ന് ആണോ ഉദ്ദേശിക്കുന്നത്? അല്ല, പ്രസിഡന്റ് സ്ഥാനം ഹൈദരലി ശിഹാബ് തങ്ങളാണോ ഉള്ളത്. മഹാനായ മർഹൂം ചാപ്പനങ്ങാടി ബാപ്പുസ്തിയാർ നവറല്ലാഹു മർക്കദ, അദ്ദേഹമായിരുന്നു തുടക്കം മുതൽ ഇതിന്റെ പ്രസിഡന്റ്. ദാറുന്നജാത്തിന്റെ ആദ്യകാല ജനറൽ സെക്രട്ടറി KC ജമാലുദ്ദീൻ മുസ്ലിയാർ ആയിരുന്നു. 976 തുടക്കം കുറിച്ച സ്ഥാപനം 79 വരെ അതിന്റെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് KC ജമാലുദ്ദീൻ മുസ്ലിയാറാണ്.
അത് കെ ടി ഉസ്താദ് അതിൻ്റെ വർക്കിംഗ് സെക്രട്ടറിയാണ്. KC ഉസ്താദ് അങ്ങനെ വരാനുള്ള കാരണം അദ്ദേഹം ഇന്ന് കരുവാരകുണ്ടിൽ ദർസൊക്കെ നടത്തിയിരുന്ന കാലഘട്ടം കൂടിയാണ്. ചാപ്പനങ്ങാടി ഉസ്താദിൻ്റെ വഫാത്തിന് ശേഷമാണ് ഹൈദരലി ശിഹാബ് തങ്ങൾ ഇതിൻ്റെ പ്രസിഡന്റ് ആകുന്നത്. മരണം വരെ 2009 ഫെബ്രുവരി 1 വരെ പിന്നെ ജനറൽ സെക്രട്ടറി ആയിട്ടുണ്ടായിരുന്ന കെ ടി ഉസ്താദാണ്. ഈ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ചിലർ ആഗ്രഹിച്ചു. ജനറൽ സെക്രട്ടറി തങ്ങൾ സ്വാഭാവികമായിട്ടും തങ്ങൾ പ്രസിഡന്റായ ഒരു സ്ഥാപനത്തിൽ, നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനത്തിൽ തങ്ങൾക്ക് അനുയോജ്യമായ ഒരു സെക്രട്ടറിയെ അനുശോചന യോഗത്തിൽ തങ്ങൾ പ്രഖ്യാപിച്ചു. അതായിരുന്നു ഉമർ സാഹിബ്. അതിനുശേഷം ഇവരെന്ത് ചെയ്തു? ചില ആളുകൾ കൂടി വിയോജിപ്പ് അറിയിക്കാൻ തങ്ങളെ സമീപിച്ചെങ്കിലും തങ്ങളത് സമ്മതിക്കാതെ പോയി. പക്ഷെ സമ്മതിക്കാതെ പോയെങ്കിലും അവിടുന്ന് വന്ന അവർ കൃത്യമായി അജണ്ടയോടുകൂടി നടപ്പിലാക്കിയ ഒന്നായിരുന്നു ഈ 2 മാനേജർ സ്ഥാനം. സമസ്തയെയും മുസ്ലിം ലീഗിനെയും ഒന്നിച്ചു കൊണ്ടുപോകുന്നതിൽ സ്തുത്യർഹമായ സേവനങ്ങൾ അനുഷ്ഠിച്ച സാത്വികനായ ഗുരുനാഥനാണ് KT ഉസ്താദ്. എന്തായിരുന്നു ആ ഇടപെടലുകൾ ഒന്ന് വിശദീകരിക്കാൻ കഴിയും? ഒന്ന്, KT ഉസ്താദ് ലീഗുമായി അടുത്ത ബന്ധം എന്ന് പറഞ്ഞാൽ പാണക്കാട് കുടുംബത്തിലേക്ക് KT ഉസ്താദ് ഫോൺ ചെയ്യുമായിരുന്നില്ല. പാണക്കാട് ഹൈദരലി ശിഹാബ് പ്രസിഡന്റാണ്. നയപരമായ കാര്യങ്ങൾ തീരുമാനമെടുക്കാൻ തങ്ങളെ സമീപിക്കും. രാവിലെ ഇവിടുന്ന് വണ്ടിയെടുത്ത് പാണക്കാട് പോകും. അവിടെ ചെല്ലുമ്പോൾ ഇല്ലെങ്കിൽ മടങ്ങിപ്പോരും. അങ്ങോട്ട് ഫോൺ പോലും ചെയ്യുമായിരുന്നില്ല. കാരണം KT ഉസ്താദിൻ്റെ വിശ്വാസപ്രകാരം പാണക്കാട്ടേക്ക് ഫോൺ ചെയ്യൽ പോലും അനാദരവാണെന്ന് കരുതിയിരുന്ന ആളാണ് KT ഉസ്താദ്. അവിടെ പോയി മടങ്ങിപ്പോരും. അത്രത്തോളം ബഹുമാനമുണ്ടായിരുന്നു. ഏറെ എന്തു പറയുന്നു, ഇടക്കാലത്ത് UDFൽ നിന്ന് മുസ്ലിം ലീഗ് വിട്ടുപോകാൻ തീരുമാനമെടുക്കുകയാണ്. അവരാദ്യം സമീപിച്ചത് KT ഉസ്താദിനെയാണ്. KT ഉസ്താദിന് ഉപദേശം ചോദിച്ചു. കാരണം ലീഗിൻ്റെ കാര്യങ്ങളിൽ പോലും പാണക്കാടിൽ നിന്ന് പലപ്പോഴും KT ഉസ്താദിന് ഉപദേശം ചോദിച്ചു. രണ്ടാമത് ജില്ലാ കൗൺസിൽ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ആദ്യമായി ജില്ലാ കൗൺസിലാണ് വന്നത്, ജില്ലാ പഞ്ചായത്തിന് മുമ്പ്. ഇന്നത്തെ മുസ്ലിം ലീഗിന്റെ മലപ്പുറം ജില്ലാ ഉപാധ്യക്ഷൻ കൂടിയായ വ്യക്തി പാണ്ടിക്കാട് ഡിവിഷനിൽ DCC പ്രസിഡന്റിനെതിരെ റിബലായി മത്സരിക്കാൻ തീരുമാനിച്ചു. മഹാനായ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ഒരു കത്ത് കൊടുത്തു. KT ഉസ്താദിന് ആ കത്ത് എഴുതിയത്, ഇന്ന ആള് ഇന്ന സ്ഥലത്ത് റിബലായി മത്സരിക്കുന്നു, പറഞ്ഞു പരിഹരിക്കണം. ഈ വ്യക്തിയെ KT ഉസ്താദ് നജാത്തിലേക്ക് വിളിച്ചു വരുത്തി. അദ്ദേഹത്തോട് ചോദിച്ചത് ഇങ്ങനെയാണ്: ഒന്ന്, നേതൃത്വത്തെ ധിക്കരിക്കൽ ശരീഅത്ത് വിരുദ്ധമാണ്. 2, ഇന്ന് താങ്കൾ റിബലായി മത്സരിച്ചാൽ നാളെ പാർട്ടി താങ്കളെ പുറത്താക്കും. ഇന്ന് താങ്കളെ കൂടെ ആരൊക്കെയുണ്ടോ അവരൊക്കെ പിൽക്കാലത്ത് തെറ്റ് തിരുത്തി താങ്കൾ ലീഗിലേക്ക് തിരിച്ചു വരും. അങ്ങനെ ലീഗിലേക്ക് തിരിച്ചു വരുമ്പോൾ നിങ്ങൾ കാരണം ലീഗിൽ നിന്ന് പുറത്തു പോയ മുഴുവൻ ആളുകളെയും ഒന്നിച്ചു കൊണ്ടുവരാൻ പറ്റുമോ? ആ ഗ്യാരണ്ടി ഉണ്ടെങ്കിൽ മത്സരിച്ചോ, അല്ലെങ്കിൽ പിൻവാങ്ങുക എന്നാണ് പറഞ്ഞത്. അങ്ങനെ അദ്ദേഹം നൂറുകണക്കിന് ആളുകൾ കൂടെ ഉണ്ടെങ്കിൽ പോലും ഉസ്താദിൻ്റെ ആ ഒറ്റ ചോദ്യത്തിന് മുമ്പിൽ അദ്ദേഹം ഞാൻ പിൻവലിക്കാൻ തീരുമാനിച്ചു എന്ന് മാത്രമല്ല, പിൻവലിച്ച ഉടനെ തന്നെ താൻ ആർക്കെതിരെയാണോ മത്സരിക്കാൻ തീരുമാനിച്ചത് അദ്ദേഹത്തോടൊപ്പം നിന്ന് തെരഞ്ഞെടുപ്പിൽ എല്ലാ രംഗത്തും സജീവമാകുകയും വൻ ഭൂരിപക്ഷത്തോടു കൂടി അദ്ദേഹത്തെ വിജയിപ്പിക്കുകയും ചെയ്തു. ഇത് KT ഉസ്താദ് ലീഗിനോടുണ്ടായിരുന്ന ഒരു ബന്ധമായിരുന്നു. മാഷ് നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ പരാമർശ വ്യക്തിയുടെ ചില സ്വാർത്ഥ താല്പര്യങ്ങൾ നടക്കാതെ വന്നപ്പോൾ അദ്ദേഹം സംഘടനാ വിരുദ്ധ പ്രവർത്തനം നടത്തിയതിൻ്റെ പേരിൽ പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ അദ്ദേഹത്തിന്റെ നേതൃസ്ഥാനങ്ങളിൽ നിന്നൊക്കെ ഒഴിവാക്കിയെന്ന്. എന്തായിരുന്നു ആ സംഭവം? അന്നു മുതലാണ് സത്യത്തിൽ ഈ പാണക്കാട് കുടുംബത്തോടും സയ്യിദന്മാരോടും ഒക്കെ അദ്ദേഹത്തിന് അടങ്ങാത്ത പക തോന്നി തുടങ്ങിയത്. ഒന്ന് വിശദീകരിക്കാൻ കഴിയും? ഈ ധാരണജാവുമായി ബന്ധപ്പെട്ട ഒരു പ്രിൻസിപ്പൽ ഇഷ്യൂ ഉണ്ടായിരുന്നു. 95-ലാണ് ഈ സ്ഥാപനത്തിന് എയ്ഡഡ് പദവി ലഭിക്കുന്നത്. അന്ന് പ്രിൻസിപ്പൽ ഇല്ലായിരുന്നു. കാരണം പ്രിൻസിപ്പൾ ആകാനുള്ള യോഗ്യത ഒരാൾക്ക് 10 വർഷത്തെ ടീച്ചിങ് എക്സ്പീരിയൻസ് വേണം, കോളേജിൽ തന്നെ വേണം. അങ്ങനത്തെ ആളുകൾക്കേ പ്രിൻസിപ്പൾ ആകാൻ പറ്റൂ. ആകെ 2 സുന്നി അറബി കോളേജുകളാണ് എയ്ഡഡ് മേഖലയിലുള്ളത്. ഒന്ന് കരുവാറുണ്ട് ധാരണജാത്തും, മറ്റൊന്ന് ചേന്നമംഗലൂർ സുന്നി അറബി കോളേജ്. സ്വാഭാവികമായിട്ട് സുന്നിയായ 10 വർഷം യോഗ്യതയുള്ള ഒരാളെ കിട്ടാതെ വന്നപ്പോൾ വട്ടത്തൂർ സ്വദേശിയായ ഒരാളെ സ്കൂളിൽ ജോലി ചെയ്യുമ്പോൾ അവിടുന്ന് റിലീവ് ചെയ്ത് പ്രിൻസിപ്പൽ ചാർജിൽ നിയമിച്ചു. പ്രിൻസിപ്പൽ ചാർജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അദ്ദേഹം ഒരു ഫുൾ ടൈം അധ്യാപകനാണ്. അതായത് 16 മണിക്കൂർ അദ്ദേഹം ക്ലാസ് എടുക്കണം, അഡീഷണൽ ചാർജും വഹിക്കണം. 10 വർഷം വരെ അതങ്ങനെ പോകണം. അതിനിടക്കാണ് മേൽപ്പറയപ്പെട്ട വ്യക്തി 99 മാർച്ച് 3-ന് ജോയിൻ ചെയ്തു. അദ്ദേഹം ഒരിക്കലും ഒരാളുടെ കീഴിൽ ജോലി ചെയ്യാൻ ഇഷ്ടപ്പെടാത്ത പ്രകൃതമായിരുന്നു. സ്വാഭാവികമായിട്ടും അദ്ദേഹം 2000 ജൂൺ 1-നോടുകൂടി ആ ചാർജ് ഏറ്റെടുത്തു. മറ്റേയാൾ മാറിക്കൊടുക്കുകയും ചെയ്തു. പക്ഷേ 2005-ലെത്തുമ്പോൾ ഒരു സംഭവം ഉണ്ടായി. ഇദ്ദേഹം ചാർജിലിരിക്കുന്ന സമയത്ത് നജാത്തിൻ്റെ 2 ഭാരവാഹികൾ വിളിച്ചു പറഞ്ഞു, ഇദ്ദേഹം ചാർജിലിരിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും സംഘടനാ ബന്ധമുള്ള വ്യക്തി എന്ന രീതിയിൽ സ്ഥിരമായി കോളേജിൽ വരാതെയും കാര്യങ്ങൾ നോക്കാതെയും പോന്നപ്പോൾ നല്ല രീതിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന സ്ഥാപനത്തിന് പ്രശ്നങ്ങൾ വരാൻ തുടങ്ങി. അപ്പോൾ പ്രശ്നം കാരണം അതിന് തലപ്പത്തിരിക്കുന്ന ആളാണ്. ഇദ്ദേഹത്തെ മാറ്റണം എന്നുള്ള ആഗ്രഹം ഇവർ രണ്ടുപേരും പ്രകടിപ്പിച്ചു. അതിന് ഉപാധി വെച്ചത് കോളേജ് തുടങ്ങി 10 വർഷമായി. അപ്പോൾ 10 വർഷം പൂർത്തീകരിച്ച അധ്യാപകർ കോളേജിലുണ്ടായിരുന്നു. അങ്ങനെ വെക്കുമ്പോൾ 16 അവറിന് പകരം
5 അവർ പ്രിൻസിപ്പൽ എടുത്താൽ മതി. പ്രിൻസിപ്പൽ തസ്തികയിലേക്ക് ഒരാളെ നിയമിക്കപ്പെട്ടാൽ അയാൾക്ക് 5 അവർ എടുത്താൽ മതി. അപ്പോൾ 11 അവർ വേക്കൻസി വരും. ആ 11 അവർ ഒഴിവ് വന്നാൽ 9 അവറും അതിൽ കൂടുതലും വേക്കൻസി വന്നാൽ ഒരു പുതിയ അധ്യാപകനെ കിട്ടുകയും ചെയ്യും. അതുവഴി എന്ത് ചെയ്തു, അങ്ങനത്തെ ഒരു പ്രപ്പോസൽ വെക്കുകയും ആ പ്രപ്പോസലിൻ്റെ അടിസ്ഥാനത്തിൽ ഇദ്ദേഹത്തെ മാറ്റി നിർത്തി കോളേജിൽ അന്നുണ്ടായിരുന്ന 95 നവംബർ മുതൽ കോളേജിൽ വർക്ക് ചെയ്തിരുന്ന ഒരു യത്തീംഖാന അന്തേവാസിയെ ഒരാളെ എന്താക്കി മാറ്റി, പ്രിൻസിപ്പാളാക്കി സ്ഥിരം നിയമിച്ചു. 2006 മാർച്ച് 10 അദ്ദേഹത്തിൻ്റെ ആ ഒഴിവിൽ 13 തന്നെ മറ്റൊരാളെ നിയമിക്കുകയും ചെയ്തു. ഇതാണ് സംഭവം. പക്ഷേ 2009 എത്തുമ്പോൾ നേരത്തെ 99 നിയമിക്കപ്പെട്ട വ്യക്തിക്ക് 10 കൊല്ലം കഴിഞ്ഞിരുന്നു. അദ്ദേഹം നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ താഴെ ഇരിക്കാൻ ഇഷ്ടപ്പെടാത്ത കൂട്ടത്തിലായിരുന്നു. ഉസ്താദിൻ്റെ മരണം നടന്നത് ഫെബ്രുവരി 1 മാർച്ച് 3 അദ്ദേഹത്തിന് 10 വർഷം പൂർത്തിയാക്കി. അതോടുകൂടി അദ്ദേഹത്തിന് എന്ത് കിട്ടണം, നേരത്തെ ഒഴിഞ്ഞു കൊടുത്ത ചാർജ് തിരിച്ചു കിട്ടണമെന്നായി. യഥാർത്ഥത്തിൽ ആദ്യത്തെ ആൾ കൊടുക്കാൻ തയ്യാറാണ്, പക്ഷേ നിയമം അനുവദിക്കുമായിരുന്നില്ല. കാരണം ഒരാൾ പ്രിൻസിപ്പൽ പോസ്റ്റിലേക്ക് നിയമിക്കപ്പെടുകയും 1 വർഷം പൂർത്തിയാക്കുകയോ പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യുകയോ ചെയ്താൽ അയാൾ പോലും വിചാരിച്ചാൽ ആ സ്ഥാനത്തിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയില്ല എന്നതാണ് നിയമം. ആ നിയമം ഇരിക്കെ അയാൾ മാറി നിൽക്കാൻ തയ്യാറായില്ല. പക്ഷേ ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അയാളെ മാറ്റിയേ പറ്റൂ. അദ്ദേഹത്തിൻ്റെ ജോലി നഷ്ടപ്പെട്ടാലും വേണ്ടിയില്ല, എനിക്ക് സ്ഥാനം കിട്ടണം എന്ന രീതിയിൽ നിരന്തരമായി പലരെയും സമീപിച്ചു. എവിടെ പോയാലും നിയമവിദഗ്ധരെ കണ്ടു, കൺസൾട്ടൻറ്റിനെ കണ്ടു. എവിടുന്ന് നടക്കാതെ പോയപ്പോൾ അവസാനം പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങളുടെ മുമ്പാകെ ഈ വിഷയം വെച്ചു. എല്ലാ ജനങ്ങളും ഒത്തുകൂടി. മാത്രമല്ല അന്ന് പാണക്കാട് ഹൈദരലി സംഘടന ഒരു കത്ത് കൊടുത്തിരുന്നു, ഒരു പേപ്പർ കൊടുത്തിരുന്നു. ആ പേപ്പറിലകത്ത് ആ കാലത്ത് പ്രിൻസിപ്പളായിരുന്ന വ്യക്തി എഴുതുന്നത് പോലെ അദ്ദേഹത്തിന് അനുമതി പോലും ഇല്ലാതെ അദ്ദേഹം എഴുതി പോലൊരു കത്ത് കൊണ്ട് രജിസ്ട്രാർക്കും മാനേജർക്കും ഇത് തക്ക് ഹൈദരലി തങ്ങളടുത്ത് കൊടുത്തു. ഹൈദരലി തങ്ങളടുത്ത് ആ കത്ത് കൊടുത്തുമ്പോൾ ഞാൻ ഉൾപ്പെടെ എന്നെയും ഈ പ്രിൻസിപ്പളെയും തങ്ങളങ്ങോട്ട് വിളിച്ചു. കുറേ ആളുകൾക്കിടയിൽ, ഈവൻ ഉമർ സാഹിബ് പോലുള്ള ആളുകൾക്കിടയിൽ, KMCCയുടെയും സുന്നി നേതാക്കന്മാർക്കും ഇടയിൽ മഹാനായ തങ്ങൾ ആ കത്ത് തന്നിട്ട് ഇതിൽ ഒപ്പിട്ടൂടെ എന്ന് ചോദിച്ചു. സ്വാഭാവികമായി ഇടപെട്ടത് ഞാനാണ്. തങ്ങൾ പറഞ്ഞാൽ എവിടെയും ഒപ്പിടും, പക്ഷേ അതിൻ്റെ ഉള്ളടക്കം ഈ സദസ്സ് മുമ്പാകെ വായിക്കണമെന്ന് പറഞ്ഞു. ഇംഗ്ലീഷിൽ ഡ്രാഫ്റ്റ് ചെയ്യപ്പെട്ട കത്തായത് കൊണ്ട് തന്നെ അത് വായിക്കാൻ എന്നെ ഏൽപ്പിക്കുകയും ഞാൻ വായിച്ചതിൻ്റെ അർത്ഥം പറഞ്ഞതോടുകൂടി തങ്ങൾ അകത്തേക്ക് പോയി എന്ന് മാത്രമല്ല ആ കത്തിൽ ഇന്നാൾ ഒപ്പിടില്ല എന്ന് പോലും പറഞ്ഞു. അതോടുകൂടി സ്വാഭാവികമായിട്ടും പാണക്കാടും ഇവരും തമ്മിലുള്ള പ്രശ്നം രൂക്ഷമായി എന്നതാണ് യഥാർത്ഥ വസ്തുത. തങ്ങൾ അവിടുന്ന് ഒരു കാര്യം കൂടി നിർദ്ദേശിച്ചു. ഇതുമായി ബന്ധപ്പെട്ട് പാണക്കാട് നല്ല ഇനി തീരുമാനം വരിക, യൂണിവേഴ്സിറ്റി എന്തു പറയുന്നു അതിനനുസരിച്ച് തീരുമാനിക്കാമെന്ന് പറഞ്ഞു. അതിനനുസരിച്ച് യൂണിവേഴ്സിറ്റിയിലേക്ക് പോയപ്പോൾ യൂണിവേഴ്സിറ്റി രജിസ്ട്രാറും നേരത്തെ ഹൈദരലി തങ്ങൾ ചെയ്തതുപോലെ തന്നെ ഇവരെ മടക്കി അയക്കുകയാണ് ഉണ്ടായത്. ഷജറ എന്ന് ഈയിടെ കേൾക്കുന്ന ഒരു പദമാണ്. അന്വേഷണത്തിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഈ സംസ്ഥയുടെ ഉള്ളിൽ കുത്തിത്തിരിപ്പുണ്ടാക്കുന്ന ഒരു വിഭാഗം ആളുകളുടെ പേരാണെന്നുള്ളതാണ്. അത് എവിടെയാണ് ഈ ഷജറയുടെ ഉത്ഭവം, എന്താണ് ആ വിഷയത്തിൽ മാഷ് മനസ്സിലാക്കിയിട്ടുള്ളത്? അതിൻ്റെ പിന്നിലുള്ള തല കരുവാറുകുണ്ട് കാളിയാവ മേഖലയിൽ തന്നെയാണ്. 2016 ജില്ലാ പഞ്ചായത്തിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുക, ത്രിതല പഞ്ചായത്തിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുന്നു. ഈ ഡിവിഷനിൽ നിന്ന് മത്സരിക്കുന്നത് MSFന്റെ നേതാവ് കൂടിയായിരുന്ന TP അഷ്റഫ് അലി ആയിരുന്നു. TP അഷ്റഫ് അലിക്കെതിരെയാണ് ആദ്യത്തെ തുടക്കം. നേരത്തെ സൂചിപ്പിച്ച ഈ ഷജറകൾ സ്വകാര്യമായി ഗ്രൂപ്പ് ഉണ്ടായിരുന്നുവെങ്കിലും പ്രത്യക്ഷത്തിൽ വരാൻ തുടങ്ങിയത് 2016 ആദ്യം ചെയ്തത് അഷ്റഫ് അലിക്കെതിരെ സോഷ്യൽ മീഡിയയിൽ പലതും പറയാൻ തുടങ്ങി. അദ്ദേഹം സ്വാഭാവികമായിട്ടും സ്ത്രീ വിദ്യാഭ്യാസത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് സമസ്തയുടെ കാഴ്ചപ്പാടല്ല എന്ന് പറയാൻ വേണ്ടി തുടങ്ങി. അദ്ദേഹത്തിനെതിരെ ആയിരക്കണക്കിന് ലഘുലേഖകൾ അടിച്ച് വിതരണം ചെയ്യാനുള്ള ശ്രമം നടത്തി. അത് പ്രവർത്തകർ പരാജയപ്പെടുത്തി. ഇതൊക്കെ പരാജയപ്പെടുത്തിയപ്പോഴും കൃത്യമായി ഞാൻ ആധികാരികമായി പറയുന്നത്, ഞാൻ അക്കാലത്ത് TP അഷ്റഫ് അലിയുടെ ചീഫ് ഇലക്ഷൻ ഏജൻറ്റ് കൂടിയാണ്. കൃത്യമായി എനിക്ക് പറയാൻ പറ്റും. ആ വ്യാജ നോട്ടീസുകൾക്കെതിരെ അന്നത്തെ വരണാധികാരി എന്നുള്ളക്ക് ജില്ലാ കളക്ടർക്ക് പരാതി കൊടുത്തത് പോലും ഞാനായിരുന്നു. 2, അതിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഇതൊക്കെ പരാജയപ്പെട്ടപ്പോൾ നാളെ തെരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിൽ ഇന്ന് കരുവാറുകുണ്ട് കിഴക്കേത്തിലെ മരനാട്ട് ഓഡിറ്റോറിയത്തിൽ ഈ വിഭാഗം ഒരു വാർത്താസമ്മേളനം നടത്താൻ വേണ്ടി വരുന്നു. വാർത്താസമ്മേളനം നടത്തുന്നു എന്ന വിവരം കിട്ടിയപ്പോൾ മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാരും പ്രവർത്തകരും അങ്ങോട്ട് ചെല്ലുകയും പോലീസിനെ വിളിക്കുകയും ചെയ്ത് ആ വാർത്താസമ്മേളനം നടത്താൻ കഴിയാതെ പോയി. ഇതായിരുന്നു ഇവരുടെ ആദ്യത്തെ പ്രത്യക്ഷമായിക്കൊണ്ട് ഒരു പക്ഷേ ലീഗ് വിരുദ്ധ നിലപാടുമായുള്ള അവരുടെ വരവ് ഇതായിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ്, കാരണം സുന്നി യുവജന സംഘത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏതെങ്കിലും പ്രത്യേക രാഷ്ട്രീയ പാർട്ടികളോട് വിരോധമോ വിധേയത്വമോ ഇല്ല എന്ന് മനസ്സിലാക്കിയ നേതൃത്വം ഇങ്ങനത്തെ ഒരു ഘട്ടത്തിൽ
ലീഗ് വിരുദ്ധ വാർത്താ സമ്മേളനം നടത്താൻ വന്ന നേതാവിനെ അതിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി കൂടിയായിരുന്ന അലിക്കുട്ടി ഉസ്താദ് സസ്പെൻഡ് ചെയ്തു. അപ്പൊ ഈ കാരണം കൊണ്ടാവുമല്ലേ ടിയാനെ നേതൃസ്ഥാനങ്ങളിൽ നിന്നൊക്കെ മാറ്റി നിർത്തുന്നത് ഇത് ഈ കുൽസിത പ്രവർത്തനങ്ങൾ? മാഷ, ഇവിടെ സമൂഹത്തിന് പ്രായോഗികമായി തോന്നുന്ന ഒരു സംശയമുണ്ട്. ഈ കമ്മ്യൂണിസ്റ്റുകൾക്ക് ഈ ഒത്താശ ചെയ്തു ഈ ഒറ്റുപടി നടത്തുന്നതിൽ ഇയാൾക്ക് എന്താണ് ലാഭം? എന്താണ് സത്യത്തിൽ ഇതിന്റെ അജണ്ട? ഒന്ന് വ്യക്തമാക്കാൻ കഴിയുമോ മാഷ? പാണക്കാടിൽ നിന്ന് ചെയ്തു കൊടുക്കാൻ പറ്റാത്ത ഒരു കാര്യം ആവശ്യപ്പെട്ടപ്പോൾ തികച്ചും നിയമപരമായി ചെയ്യാൻ പാടില്ലാത്തതായതുകൊണ്ട് തന്നെ തങ്ങൾ തീരുമാനമെടുത്തില്ല എന്നതിൻ്റെ പേരിൽ പാണക്കാട് കുടുംബത്തോടുള്ള അകൽച്ചയും വെറുപ്പും തുടക്കം കുറിച്ചിട്ടുണ്ടാവാം. രണ്ട്, ഇതുപോലെ തന്നെ ആ സ്ഥാനത്തിൽ നിന്ന് ഇദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യിപ്പിച്ചത് ഒരു പക്ഷേ അതിൻ്റെ പ്രസിഡന്റ് കൂടിയായിരുന്ന ഹൈദരലി ശിഹാബ് തങ്ങളാണല്ലോ. അപ്പോൾ അതും ആ പാണക്കാട് കുടുംബത്തോട് എന്തുണ്ടായി, വെറുപ്പിന് കാരണമായിട്ടുണ്ട്. ആ വെറുപ്പിന് കാരണമാണ് പോകുമ്പോൾ കാര്യങ്ങൾ അജണ്ടകളൊക്കെ നടക്കാതെ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും സമസ്തയാണെങ്കിലും ശരി, മുസ്ലിം ലീഗ് ആണെങ്കിലും ശരി, രണ്ടിൻ്റെയും നേതൃത്വ സ്ഥാനം പാണക്കാട് കുടുംബത്തിനാണ്. ഹൈദരലി ശിഹാബ് തങ്ങൾ മരിക്കുന്നത് വരെ സമസ്തയുടെ നേതാവായിട്ടും ലീഗിൻ്റെ നേതാവായിട്ടും കൊണ്ടാണ് ആളുകൾ കണ്ടിരുന്നത്. സ്വാഭാവികമായിട്ടും രണ്ടും ഒന്നിച്ച് ഒപ്പം ചർച്ച ചെയ്തു പോകുന്ന പല മേഖലകളും ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ ഈ വിഭാഗത്തിനെതിരെ മോശമാക്കുന്ന രീതിയിലുള്ള പ്രവണത തുടങ്ങിയാൽ അതുവഴി എന്താക്കാൻ പറ്റും? മുസ്ലിം ലീഗ് എന്ന സംഘശക്തിയെ ഒതുക്കാൻ പറ്റുമെന്ന രീതിയിൽ മറ്റൊരു കേന്ദ്രങ്ങളിലേക്ക് ഇവർ സ്വാഭാവികമായിട്ട് പോകേണ്ടി വന്നു. അതാണ് വാസ്തവം. ഷജറ വിഭാഗം എന്തുകൊണ്ടാണ് ഇടതുപക്ഷത്തിൻ്റെ ആലയിലേക്ക് സമസ്തയെ കെട്ടാൻ ശ്രമിച്ചത്? യഥാർത്ഥത്തിൽ ഇതിൻ്റെ ലാഭം ഏതാനും ചില വ്യക്തികളിൽ പരിമിതപ്പെടും. മുഖ്ലിസീങ്ങളായ മുഷാവർ മെമ്പർമാരായ ഉസ്താദുമാർക്കോ ആർക്കും പിടികിട്ടാത്ത രീതിയിൽ ഈ വിഭാഗം അങ്ങോട്ട് അടുപ്പിക്കാൻ ശ്രമിച്ചതിൻ്റെ പിന്നിൽ അധികാരം നിലനിർത്തുക, അതോടൊപ്പം തന്നെ പലരും പല മേഖലകളിലും പിടിക്കപ്പെടാനുള്ള സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കി അതിൽ നിന്ന് തടി സലാമത്താക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കാൻ ശ്രമിക്കുന്നത്. അല്ലാതെ പ്രത്യേക കാരണങ്ങളൊന്നുമില്ല. ഇടതുപക്ഷത്തിന്റെ കാലഘട്ടങ്ങളിൽ ഈ പറയപ്പെടുന്ന ഒരു സ്ഥാപനങ്ങൾക്കും അംഗീകാരം ലഭിച്ചിട്ടില്ല. ഒരു കോഴ്സ് പോലും അവരുടെ കാലഘട്ടത്തിൽ ലഭിച്ചിട്ടില്ല എന്നത് ശരിയാണ്. പക്ഷെ എന്തുകൊണ്ട് അടുക്കുന്നു എന്ന് ചോദിച്ചാൽ ഇടതുപക്ഷത്തോട് അടുത്ത് ലീഗിനെ ഒന്ന് ചെറുതാക്കി കാണിക്കാനുള്ള ശ്രമം അവർ നടത്തുന്നു. അതിൽ ഏതാനും ചില ആളുകളുടെ താല്പര്യം മാത്രമായിരുന്നു. വ്യക്തികളുടെ താല്പര്യത്തിന് വേണ്ടി സമുദായത്തിന് പരിക്കേൽപ്പിക്കുക എന്ന ഉദ്ദേശം മാത്രമാണുള്ളത്. ഇത് നടത്തിക്കൊണ്ടുവരുമ്പോൾ ഉസ്താദ്മാർക്ക് തടഞ്ഞോളണമെന്നില്ല. സുന്നത്ത് ജമാഅത്തിന്റെ ആളുകളായി പ്രത്യക്ഷപ്പെടുകയും സ്റ്റേജുകളിലും പേജുകളിലുമൊക്കെ അതിൻ്റെ ആളുകളാകുമ്പോൾ തന്നെ എങ്ങനെയെങ്കിലും ഈ ഇടതുപക്ഷത്തിൻ്റെ ആലയിലേക്ക് ആളുകളെ എത്തിച്ച് സ്വാഭാവികമായിട്ടും ഈ രണ്ട് സംഘശക്തികളെയും തമ്മിൽ അകറ്റാനുള്ള ശ്രമം നടത്തുക എന്നതാണ് ഇവരുടെ പ്രധാന ഉദ്ദേശം. അത് ശരി. പക്ഷേ അവിടെ എനിക്കൊരു പ്രധാനപ്പെട്ട ഒരു സംഗതിയിൽ തോന്നിയിട്ടുള്ളത്, എങ്ങനെയാണ് ഈ നിസ്വാർത്ഥരായിട്ടുള്ള വളരെ സാത്വികന്മാരായിട്ടുള്ള സമസ്തയിലെ പണ്ഡിതന്മാരെ ഇയാൾ സ്വാധീനിക്കുന്നത്, ഇയാൾ തെറ്റിദ്ധരിപ്പിക്കുന്നത് എന്നുള്ളതാണ്. എന്താണ് മാഷക്ക് തോന്നിയിട്ടുള്ള ഈ വിഷയത്തിൽ? ഞാൻ മനസ്സിലാക്കിയിടത്തോളം നയപരമായ തീരുമാനങ്ങളൊക്കെ സമസ്ത എടുത്തിരുന്ന സമസ്ത മുഷാവറയാണ്. ഈ കോർഡിനേഷൻ കമ്മിറ്റിയുടെ രൂപീകരണമായിരിക്കാം ഇത്തരം ആളുകൾക്ക് അനർഹമായ വേദിയിൽ കയറാനുള്ള അവസരം ലഭിക്കുന്നത്. കോർഡിനേഷൻ മീറ്റിംഗ് വിളിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പോഷക സംഘടന പ്രതിനിധികളൊക്കെ അതിനകത്തുണ്ടാകും. ഉസ്താദ്മാരെ സംബന്ധിച്ചിടത്തോളം ചില കാര്യങ്ങളിൽ ഖണ്ഡിതമായ തീരുമാനങ്ങൾ പറയാൻ കഴിയാതെ പോകും. അവർ മുഖ്ലിസീങ്ങളാണ്. അപ്പോൾ അവരെ തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റാവുന്ന രീതിയിലുള്ള അജണ്ടകൾ തയ്യാറാക്കിക്കൊണ്ടാണ് മുമ്പോട്ട് വരിക. അതിന് കുഞ്ചിക സ്ഥാനങ്ങളിലൊക്കെ അവർക്ക് പറ്റാവുന്ന ആളുകളെ നിയമിച്ചിട്ടുണ്ടാകും. എന്തിനേറെ പറയുന്നു, സമസ്ത മുഷാവറയിലെ മെമ്പർമാർക്ക് ഒരുപക്ഷെ രജിസ്റ്റേർഡ് പോസ്റ്റിൽ അയക്കുന്ന കത്തുകൾ പോലും അവർ കാണാതെ പുറത്തു പോകുന്നുണ്ടാകും. അല്ലെങ്കിൽ അതിൻ്റെ ഓഫീസിലിരിക്കുന്ന ആളുകളെ തുറന്ന് വായിച്ചതിന് ശേഷം പറ്റാവുന്നത് മാത്രം കൊടുക്കുന്ന സാഹചര്യങ്ങളുണ്ടാകും. അതിന് മറുപടി തയ്യാറാക്കുന്നതും അവരായിരിക്കാം. അത് അജണ്ടയിൽ വെക്കണോ വെക്കണ്ടയോ എന്ന് തീരുമാനിക്കുന്ന അവരായിരിക്കാം. ഇങ്ങനെ കുറേ കാലങ്ങളിലായി ഇവർ ചെയ്തു കൊണ്ടുവന്ന കുറേ കാര്യങ്ങളുണ്ട്. ഏറ്റവും ഉദാഹരണം, ഉസ്താദിൻ്റെ വഫാത്തിന് ശേഷം നിലമ്പൂർ മർക്കസിൽ വെച്ച് ഒരു അനുസ്മരണ സമ്മേളനം നടന്നു. അത് കഴിഞ്ഞൊരു ടീം ഒന്നിച്ച് പോകുന്നത് മഞ്ചേരി സുന്നി മഹലിലേക്കാണ്. അവിടെ മീറ്റിംഗ് കൂടിയത് എന്തിനാണ്? സമാന്തര സമസ്ത ഉണ്ടാക്കാനുള്ള മീറ്റിംഗ് കൂടി അവിടെ. കാരണം സമസ്തയിൽ അന്നുണ്ടായിരുന്ന നേതാക്കന്മാർക്കെതിരെ രണ്ടാം നിര എന്നും സമസ്തക്ക് ഉണ്ടാവാറുണ്ട്. ആ രണ്ടാം നിരക്ക് നേതൃത്വം കൊടുക്കുന്ന നേതാക്കന്മാർക്കെതിരെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട് മീറ്റിംഗ് കൂടി. മീറ്റിങ്ങിൽ സ്വാഭാവികമായിട്ടും ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഈ അടുത്ത കാലത്ത് സുപ്രഭാതത്തിൽ ഇടതുപക്ഷത്തിന് അനുകൂലമായി വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞ നേതാവായിരുന്നു. വൈസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് രാവിലെ ഒന്ന് പറയും, ഉച്ചയ്ക്ക് മറ്റൊന്ന് പറയും, വൈകുന്നേരം അത് മാറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്ന മറ്റൊരു പ്രാസംഗികനുണ്ടായിരുന്നു. അദ്ദേഹമാണ് വൈസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത്. പക്ഷെ അത് പൊളിഞ്ഞത് എങ്ങനെയാണ്?
ഒരു കമ്മിറ്റി ഫോം ചെയ്യുകയാണ്. ചെയർമാനും വൈസ് ചെയർമാനും കൺവീനറൊക്കെ അതിൽ രൂപീകരിക്കപ്പെട്ടു. പക്ഷേ അത് പൊളിയാനുള്ള കാരണം വൈസ് ചെയർമാൻ്റെ വീട്ടിൽ സഫറിലാണ് മീറ്റിംഗ് കൂടിയത്. റബീഉൽ ആദ്യ വാരത്തിൽ തന്നെ ഒരു വലിയ മൗലൂദ് സംഘടിപ്പിച്ചു. മൗലൂദ് സംഘടിപ്പിച്ച് നോക്കുമ്പോൾ ആർക്കെതിരെയാണോ മഞ്ചേരി സുന്നി മഹലിൽ യോഗം ചേർന്നത്, ആരെ ടാർഗറ്റ് ചെയ്തുകൊണ്ടാണോ യോഗം ചേർന്നത്, അയാൾ ഉദ്ഘാടകനായിക്കൊണ്ട് ഈ മൗലിദ് പരിപാടിയിൽ പങ്കെടുക്കുന്നതായിട്ടാണ് മറ്റാളുകൾ കാണാൻ സാധിച്ചത്. അതോടുകൂടി തന്നെ അത് പൊളിഞ്ഞു എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ സമാന്തര സ്വഭാവം ഉണ്ടാക്കുക, സമാന്തരമായി പ്രവർത്തിക്കുക എന്നുള്ളത് നേരത്തെ തുടക്കം കുറിച്ചിട്ടുണ്ട്. നിരന്തരമായി ഓടിയിട്ടുണ്ട് ഇവരൊക്കെ ഈ കാര്യങ്ങൾക്ക് വേണ്ടി. ഞാൻ പറഞ്ഞു വരുന്നത് ഇതിൻ്റെയൊക്കെ പ്രഭവകേന്ദ്രം കരുവാരകുണ്ടോ കാളികാവോ ആണ്. മാഷെ, ഈ നേരത്തെ പറഞ്ഞല്ലോ, ഈ വ്യക്തിയുടെ ഈ ഇത്തരം പ്രവർത്തനങ്ങളെ കുറിച്ചൊക്കെ ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾക്കും KT ഉസ്താദിനും ഒക്കെ വ്യക്തമായി അറിയാമായിരുന്നു. എന്തായിരുന്നു ഒരു നിഴല് പോലെ KT ഉസ്താദിന്റെ കൂടെ നടന്ന അങ്ങ് എങ്ങനെയാണ് ഈ വിഷയം മനസ്സിലാക്കിയിട്ടുള്ളതെന്ന് വിശദീകരിക്കാൻ കഴിയും? സ്വാഭാവികമായിട്ടും രണ്ടു ഒരേ നയം സ്വീകരിച്ചിരുന്ന കൊണ്ടത്തിലായിരുന്നു. KT ഉസ്താദ് ധാരണജാത്തിനെ സംബന്ധിച്ചിടത്തോളം അവസാനത്തെ വാക്കായിരുന്നു. സുചിന്തിതമായ തീരുമാനങ്ങൾ എടുക്കുക. പക്ഷേ KT ഉസ്താദ് ചെയ്തത് ഒരു വിദ്യാഭ്യാസ സ്ഥാപനം എന്നുള്ള നിലക്ക് 976 ഓർഫനേജാണ് തുടങ്ങിയത്. എവിടെയും രജിസ്റ്റർ ചെയ്തിട്ടില്ലല്ലോ. 984 സൊസൈറ്റീസ് ആക്ട് പ്രകാരം നജാത്ത് രജിസ്റ്റർ ചെയ്യുന്നത്. 302/77 എന്ന് കാണുന്നത് ഓർഫനേജ് കൺട്രോൾ ബോർഡിന്റെ അംഗീകാര നമ്പർ മാത്രമാണ്. 8 കൊല്ലം താമസിച്ചതിന് ശേഷമാണ് KT ഉസ്താദ് സ്ഥാപനം രജിസ്റ്റർ ചെയ്തത്. എന്തിനാണിത്? ഒരു ഭരണഘടന രജിസ്റ്റർ ചെയ്യാൻ സ്ഥാപനം തുടങ്ങിയിട്ട് 8 വർഷം കാത്തു നിൽക്കേണ്ടി വന്നത്. ആദ്യം ഒരു ഓർഫനേജ് മാത്രമാണ്, പിന്നെ ഒരു മദ്രസ മാത്രമാണ്. പിന്നീട് എന്ത് ചെയ്തു? സ്വാഭാവികമായിട്ടും ഓർഫനേജിലേക്ക് വരുന്ന സംഭാവനകൾ മറ്റ് വിധേന വകമാറി ചെലവാക്കാതിരിക്കാനുള്ള സംവിധാനങ്ങൾ ആലോചിച്ച് ദാറുന്നജാത്ത് ഇസ്ലാമിക് സെന്റർ എന്ന പേരിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടു. അതിന്റെ കീഴിലാക്കി ഈ സ്ഥാപനങ്ങളൊക്കെ മാറ്റി. ഞാൻ പറഞ്ഞത് നയത്തിന്റെ ഭാഗമായിരുന്നു. പിന്നീട് സ്ഥാപനം 95-ലാണ് ഗവൺമെന്റ് അംഗീകൃത സ്ഥാപനങ്ങളൊക്കെ വന്നത്. എയ്ഡഡ് മേഖലയിൽ അറബി കോളേജ് കിട്ടി, ദാറുന്നജാത്തിന്റെ ഒരു UP സ്കൂൾ കിട്ടി, ഒരു ഹൈസ്കൂൾ കിട്ടി, ഏരിയ ഇൻഡസ്ട്രി പ്രകാരമുള്ള DNOPS കിട്ടി. ഇങ്ങനത്തെ സ്ഥാപനങ്ങളൊക്കെ വന്നപ്പോൾ KT ഉസ്താദ് ചെയ്തത് എന്താ? കേവലം അതുവരെയുള്ള കമ്മിറ്റി ഭാരവാഹികൾക്ക് മാത്രം കൈകാര്യം ചെയ്യാവുന്ന ഒന്നല്ല ഈ സംവിധാനങ്ങളെന്ന് മുൻകൂട്ടി മനസ്സിലാക്കി യഥാർത്ഥ സുന്നിയേതര ആളുകളെ കൂടി വിളിച്ചു വരുത്തി ഒരു വിദ്യാഭ്യാസ സമിതിക്ക് രൂപം നൽകി എന്നുള്ളതാണ്. 95 മെയ് 5-ാം തീയതിയാണ് ആദ്യമായ വിദ്യാഭ്യാസ സമിതി രൂപീകരിക്കപ്പെടുന്നത്. അതിൽ ഇവിടുത്തെ വിദ്യാഭ്യാസ വിചക്ഷണന്മാരായ ഒരുപക്ഷെ സുന്നിയേതര ആദർശത്തിൽപ്പെട്ട ആളുകളെ പോലും ഉൾപ്പെടുത്തിക്കൊണ്ട് ആ വിദ്യാഭ്യാസ സമിതി എല്ലാ മാസവും മീറ്റിംഗ് കൂടുകയും ആ മീറ്റിംഗിലേക്ക് സ്ഥാപന മേധാവികളെ വിളിച്ചു വരുത്തുകയും അവരുടെ നിർദ്ദേശങ്ങളൊക്കെ കേൾക്കുകയും ഒരു അദാലത്ത് പോലെ സമയബന്ധിതമായി പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുകയും ചെയ്ത രീതി സ്വീകരിച്ചുകൊണ്ടാണ് KT ഉസ്താദ് സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോയത്. അങ്ങനെ രൂപീകരിക്കാനുള്ള കാരണം എന്താണ്? KT ഉസ്താദിന്റെ പരിധികളെക്കുറിച്ചും പരിമിതികളെക്കുറിച്ചും ഉസ്താദിന് എന്തുണ്ടായിരുന്നു? ബോധ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് തങ്ങൾ എന്നുള്ള നിലക്ക് അനിവാര്യ ഘട്ടങ്ങളിൽ മാത്രമാണ് നജാത്തിന്റെ ജനറൽ ബോഡിയിൽ പങ്കെടുത്തിരുന്നത്. സ്ഥിരമായ പ്രവർത്തക സമിതിയിലോ മറ്റോ ഹൈദരലി തങ്ങൾ പങ്കെടുക്കുമായിരുന്നില്ല. നയപരമായ കാര്യങ്ങൾക്ക് തീരുമാനമെടുക്കുന്നതിന് മുമ്പ് തങ്ങളോട് ചർച്ച ചെയ്യാതെ ഒരു തീരുമാനവും ഉസ്താദ് എടുത്തിട്ടും ഇല്ല. പക്ഷേ നമ്മൾ പരാമർശിച്ച വ്യക്തിയെ ഇപ്പോൾ കുറച്ചായിട്ട് തീരെ, അതായത് ഇപ്പം വളരെ സജീവമായിട്ട് മുഖ്യധാരയിൽ നിന്നിരുന്ന ഒരാള് ഇപ്പോൾ പഴയതുപോലെ അങ്ങനെ രംഗങ്ങളിലൊന്നും കാണുന്നില്ല. അത് തന്നെയുമല്ല, എന്തൊക്കെയോ ചില ദുസ്സൂചനകൾ പോലെ അതൊക്കെ കേൾക്കുന്നു പുറത്ത്. എന്താണ് സത്യത്തിൽ അറിയും അതിനെക്കുറിച്ച്? സ്വാഭാവികമായിട്ടുമുണ്ട്. ഒന്ന്, വിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് കൃത്യമായ ഒരു അന്വേഷണം നടന്നു കഴിഞ്ഞു. അതിൻ്റെ റിപ്പോർട്ട് സർക്കാരിൻ്റെ പരിഗണനയിലാണ്. 2 തരം സ്ഥാപനങ്ങളാണ് ധാരണജാത്തിനുള്ളത്. എയ്ഡഡ് സ്ഥാപനമുണ്ട്, അൺഎയ്ഡഡ് സ്ഥാപനമുണ്ട്. രണ്ടും തമ്മിലുള്ള വ്യത്യാസം, എയ്ഡഡ് സ്ഥാപനത്തിൻ്റെ ജീവനക്കാരുടെ ശമ്പളം നൽകുന്നത് ഗവൺമെൻറ്റാണ്. ഗവൺമെൻറ് ശമ്പളം നൽകുന്ന സ്ഥാപനങ്ങളിൽ തീരുമാനങ്ങൾ എടുക്കാനുള്ള അധികാരം മാനേജ്മെൻറ്റിന് മാത്രമല്ല. KR പറയുന്നത് പോലെ, KSR പറയുന്നത് പോലെ ഡയറക്ട് പേയ്മെൻറ്റ് എഗ്രിമെൻറ്റ് എക്സിക്യൂഷൻ നടത്തി അതിൽ പറയുന്നത് പോലെ നടത്തി കൊണ്ടുപോകാനേ പറ്റൂ. അതേ ഭരണഘടന രജിസ്റ്റർ ചെയ്തൊരു സ്ഥാപനം എന്ന രീതിയിൽ ഒന്നാമത് പരിഗണന നൽകുന്നത് ഭരണഘടനക്കും രണ്ടാമത് ഭരണസമിതിക്കുമാണ്. ഭരണസമിതി എത്രയും മഹാഭൂരിപക്ഷമുണ്ടെങ്കിൽ പോലും ഭരണഘടനയിൽ നിന്നുള്ള തീരുമാനങ്ങൾ മാത്രം എടുക്കാനേ സാധിക്കൂ. അല്ലാത്ത പക്ഷം ചോദ്യം ചെയ്യപ്പെടും. നിയമനങ്ങൾ നടക്കുമ്പോൾ എന്താണ്? നിയമനങ്ങൾ നടത്താനുള്ള അധികാരമുണ്ട്.
ഒരു യോഗ്യത ഉണ്ടോ എന്ന് പരിശോധിച്ച് നിയമനങ്ങൾ നടത്താം. അതോടൊപ്പം നിയമിക്കപ്പെട്ട ആളുകൾ KER പ്രകാരം ജോലി ചെയ്യുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തണം. ഒരു അധ്യാപകനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ആഴ്ചയിൽ 5 ദിവസവും ജോലി ചെയ്യാൻ ബാധ്യസ്ഥനാണ്. അദ്ദേഹത്തിൻ്റെ ഒരു വർഷത്തിൽ കിട്ടുന്നത് 15 കാഷ്വൽ ലീവാണ്. ഏപ്രിൽ മെയ് വെക്കേഷനാണ്. ഇതിൽ എല്ലാ ദിവസവും അദ്ദേഹം വന്നിരിക്കണം. വരാതെ ഒരു ദിവസം പോലും വരാതെ ശമ്പളം പറ്റുന്നത് പിറ്റേ ദിവസം മുതൽ ആ ജീവനക്കാർക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കണമെന്ന് KSR കൃത്യമായി പറയുന്നുണ്ട്. അങ്ങനെ വരാതെ ശമ്പളം വാങ്ങുന്ന സാഹചര്യങ്ങൾ, 2 ഇടങ്ങളിൽ ജോലി ചെയ്ത് ശമ്പളം വാങ്ങുന്ന സാഹചര്യങ്ങൾ, ഇതൊക്കെ സ്വാഭാവികമായിട്ടും വിദ്യാഭ്യാസ വകുപ്പിൻ്റെ അന്വേഷണ പരിധിയിൽ വരികയും അത് കണ്ടെത്തുകയും ചെയ്തതോടുകൂടി സ്വാഭാവികമായിട്ടും ഇതിനൊക്കെ വിധേയമാകുന്ന ആൾ എന്ന രീതിയിൽ എല്ലാ ആളുകളെയും കുറ്റപ്പെടുത്തുന്നതോടൊപ്പം ഇത്തരം കാര്യങ്ങളിൽ ഈ പ്രശ്നങ്ങളിലൊക്കെ വരുന്നതോടുകൂടി പല കാര്യങ്ങളിലും പരിമിതപ്പെടേണ്ടി വന്നിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മാഷെ, അതെ, കേസുമായി ബന്ധപ്പെട്ട് തന്നെ അതിലേക്കാണ് നമ്മൾ വരുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സംഗതി ഇപ്പം എല്ലാ മീഡിയകളിലും ഈ വിഷയം നിറഞ്ഞ ചർച്ചയാണ്. സോഷ്യൽ മീഡിയയിലാവട്ടെ, പ്രിന്റ് മീഡിയയിലാവട്ടെ, ദൃശ്യമാധ്യമങ്ങളിലാവട്ടെ, സജീവമായി ചർച്ചയ്ക്ക് വന്നിരിക്കുന്നു. ഇപ്പൊ ഒരു അങ്ങ് പരാതിക്കാരനാണല്ലോ ഇതിന്റെ. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ കേസിന്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണെന്ന് കൃത്യമായി പറയാൻ കഴിയും. ഒന്ന് വിശദീകരിക്കുമോ? ഈ DNO UP സ്കൂളിനെ കുറിച്ച് ആധികാരികമായി പറയാൻ പറ്റുന്ന ആളാണ് ഞാൻ എന്നാ മനസ്സിലാക്കുന്നത്. ആ സംവിധാനം കേരളത്തിൽ വരാൻ ഒരുപക്ഷെ നിമിത്തമായി എന്ന് അഭിമാനപൂർവ്വം എനിക്ക് പറയാൻ പറ്റും. ആ സംവിധാനം വരുന്നത് എങ്ങനെയാണ്? കേന്ദ്ര ആവിഷ്കൃത പദ്ധതിയായിരുന്നു അത്, എല്ലാവർക്കുമില്ല. ബാബരി പള്ളിയുടെ തകർച്ചയ്ക്ക് ശേഷം അർജുൻ സിംഗ് ഹ്യൂമൻ റിസോഴ്സ് മിനിസ്റ്റർ ആവുന്ന കാലഘട്ടങ്ങളിൽ ന്യൂനപക്ഷങ്ങളെ ഒപ്പം നിർത്തുക എന്ന ഉദ്ദേശത്തോടുകൂടി കൊണ്ടുവന്ന പദ്ധതിയാണ് ആൻ ഏജൻസി പ്രോഗ്രാം ഫോർ എഡ്യൂക്കേഷൻ ബാക്ക്വേർഡ് മൈനോറിറ്റീസ് എന്ന പദ്ധതി. അത് കേരളത്തിൽ കിട്ടിയത് പിന്നോക്കം നിൽക്കുന്ന ബ്ലോക്കുകളെയാണ് തിരഞ്ഞെടുത്തത്. പിന്നോക്കം നിൽക്കുന്ന ബ്ലോക്കുകളിൽ മുസ്ലിങ്ങളെ, നിയോ ബുദ്ധിസ്റ്റ്, ലാറ്റിൻ കാത്തലിക്സ് പോലുള്ള ആളുകളെ കണ്ടെത്തി. കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഈ പദ്ധതിയില്ല. തിരുവനന്തപുരത്ത്, കോട്ടയം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശ്ശൂർ പോലെയുള്ള മേഖലകളിലൊന്നും ഈ പദ്ധതിയില്ല. മലബാർ മേഖലയിൽ നിന്ന് പിന്നോക്കം നിൽക്കുന്ന ബ്ലോക്കുകളെ കണ്ടെത്തി തുടക്കം കുറിച്ചൊരു പദ്ധതി. അവർക്കിങ്ങനെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അനുവദിക്കാൻ തീരുമാനിച്ചു. അതുമായി ബന്ധപ്പെട്ട് അപേക്ഷിക്കാനുള്ള അവസാന തീയതി ഡിസംബർ 31 പക്ഷേ ആ ആപ്ലിക്കേഷൻ നമുക്ക് നജാത്തിൽ കിട്ടുന്നത് ഡിസംബർ 28 തൂർ സ്വദേശി മലപ്പുറം DD ഓഫീസിൽ ജോലി ചെയ്തൊരു ബഷീർ എന്ന വ്യക്തിയാണ് ആ അപേക്ഷ കൊണ്ടുവന്ന് തരുന്നത്. അതുവരെ നജാത്തിന് അംഗീകാരമുള്ള സ്ഥാപനങ്ങളൊന്നുമില്ല, ഓർഫനേജ് ഒഴികെ. അപ്പോൾ സ്വാഭാവികമായിട്ടും 3 ദിവസം കൊണ്ട് കൃത്യമായ ഡീറ്റെയിൽഡ് പ്രോജക്റ്റും അപേക്ഷയും സമർപ്പിക്കാൻ കഴിയാതെ വന്നു. അന്നത്തെ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനെ MC മുഹമ്മദ് ഹാജിയെ സമീപിച്ചു. അദ്ദേഹം DDയുമായി ബന്ധപ്പെട്ടെങ്കിൽ തന്നെ നീട്ടാൻ പറ്റില്ല എന്ന് DD പറയുന്നു. കാരണം അവർക്കും പ്രത്യേക താല്പര്യങ്ങളില്ലായിരുന്നു, ഒരു പ്രത്യേക വിഭാഗത്തിന് വേണ്ടി മാത്രമായതുകൊണ്ട്. അങ്ങനെ ദയാപുരം അൻസാറിൽ കേരള സ്റ്റേറ്റ് മുസ്ലിം ഓർഫനേജ് കോർഡിനേഷൻ കമ്മിറ്റിയുടെ ജനറൽ ബോഡി നടക്കുന്നിടത്തേക്ക് ഞാൻ പോകുന്നു. ബഷീർ സാഹിബ് അവിടെ ഉണ്ട്. ബഷീർ സാഹിബിന്റെ കാര്യങ്ങൾ ബോധിപ്പിക്കുന്നു. ബഷീർ സാഹിബിന്റെ നിർദ്ദേശപ്രകാരം 1 മാസത്തെ സമയം കൊടുക്കുന്നു. ഒരു ഹെൽപ്പ് ഡെസ്ക് തുടങ്ങുന്നു. ആ ഹെൽപ്പ് ഡെസ്ക് വഴി എല്ലാ ഓർഫനേജുകൾക്കും ഇതിൻ്റെ ഉത്തരവുകൾ സർക്കുലേറ്റ് ചെയ്യുന്നു. അങ്ങനെ എല്ലാ ഓർഫനേജുകളും അപേക്ഷ കൊടുക്കുന്നു. ദാർ നജാത്തിന് ഓർഫനേജിൻ്റെ അപ്ലിക്കേഷൻ തയ്യാറാക്കി തന്നിരുന്നത് NV ഇബ്രാഹിം മാസ്റ്ററാണ്. അരീക്കോട്ട് നല്ല മുജാഹിദ് നേതാവാണ്. ഇബ്രാഹിം മാസ്റ്ററാണ് നമുക്ക് ശരിയാക്കി തരുന്നത്. ആ പ്രോജക്റ്റ് എഴുതി തരുന്നത് ഇബ്രാഹിം മാസ്റ്ററാണ്. അത് വെച്ച് നമ്മൾ ആപ്ലിക്കേഷൻ കൊടുത്ത് നമുക്ക് ലഭിക്കുന്നു. ഞാൻ പറഞ്ഞു വരുന്നത്, അങ്ങനെ 94 കൊടുത്ത ഈ സ്ഥാപനത്തിന് സാമ്പത്തിക സഹായം കിട്ടിയത് ബിൽഡിംഗ് നിർമ്മാണത്തിന്. LP സ്കൂളാണെങ്കിൽ 3,60,000 രൂപ, UP സ്കൂളാണെങ്കിൽ 2,88,000 രൂപ. പിന്നെ മൂന്നാമത്തെ ഒരു പദ്ധതി റെസിഡൻഷ്യൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഫോർ വിമൺ, അതിന് 15 ലക്ഷം രൂപ ഭൗതിക സാഹചര്യങ്ങൾ ഒരുക്കാൻ വേണ്ടി അവർ നൽകി. പക്ഷെ ശമ്പളം കിട്ടിയിരുന്നില്ല. ശമ്പളം കിട്ടാതെ അവർക്ക് പോകുന്ന സമയത്ത് അടിസ്ഥാന ശമ്പളം മാത്രം കൊടുക്കാൻ സൂപ്പി സാഹിബ് വിദ്യാഭ്യാസ മന്ത്രിയാവുമ്പോൾ 2004 തീരുമാനിക്കുകയാണ്. അങ്ങനെ വന്ന സ്ഥാപനത്തിന് ആകെ നജാത്തിലുണ്ടായിരുന്ന 5 അധ്യാപകരാണ്. 2019 വരെ 5 അധ്യാപകരെ ഉണ്ടായിരുന്നുള്ളൂ. ഒരു നോട്ടീസ്. പക്ഷെ എന്ത് ചെയ്തു? ഇടക്കാലത്തൊക്കെ അധ്യാപകർ വെച്ചു. ശമ്പളം കിട്ടാത്തതിന് പേരിൽ പലരും പോയി. അങ്ങനെ നിരന്തരമായി കോർഡിനേഷൻ കമ്മിറ്റിയുടെ ശ്രമഫലമായി കൊണ്ട് 2019 മാർച്ച് 6 ഒരു ഉത്തരവിറങ്ങി. ആ ഉത്തരവിൽ പറഞ്ഞിരുന്നത് മുഴുവൻ സ്കൂളുകളിലെയും അധ്യാപകർക്ക് നിയമന അംഗീകാരം ലഭിക്കാതെ പോയ അധ്യാപകർക്ക് 11/11/2015 പ്രാബല്യത്തോടുകൂടി മോണിറ്ററിംഗ് ബെനിഫിറ്റും 2003 എയ്ഡഡ് പദവിയും ലഭിക്കുന്ന ഉത്തരവിറങ്ങി. ഈ ഉത്തരവ് ഇറങ്ങുന്നത് 2019 ഈ 2019 ഇറങ്ങിയ ഉത്തരവിനെ ചൂഷണം ചെയ്തു. ഇങ്ങനെ ചൂഷണം ചെയ്തത്, മുൻകാല പ്രാബല്യം ലഭിക്കുന്നതിന് വേണ്ടി പലരുടെയും നിയമനങ്ങൾ
അവർക്ക് സൗകര്യം പോലെ ഡേറ്റ് ഇട്ട് പ്രീവിയസ് ഡേറ്റ് ഇട്ടുകൊണ്ട് സമർപ്പിക്കുന്ന സാഹചര്യം ഉണ്ടാകുകയും ജോലിക്ക് പോലും വരാതെ ആളുകൾ ശമ്പളം വാങ്ങുന്ന സ്ഥിതി വരികയും രണ്ടിടങ്ങളിൽ ജോലി ചെയ്ത് ശമ്പളം വാങ്ങുന്ന സാഹചര്യം ഉണ്ടാക്കുകയും വന്നു. ഇത് വന്നതോടുകൂടിയാണ് സ്വാഭാവികമായിട്ടും അന്വേഷണം വരുന്നു. പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം വന്നു എന്ന് മാത്രമല്ല, അന്വേഷിച്ച ഏജൻസി വിദ്യാഭ്യാസ വകുപ്പ് പറഞ്ഞതൊക്കെ ശരിയാണെന്ന് കണ്ടെത്തി തദടിസ്ഥാനത്തിലുള്ള വിദ്യാഭ്യാസ ഉപഡയറക്ടറുടെ റെക്കമെൻഡേഷൻ സർക്കാരിൻ്റെ പരിധിയിലാണുള്ളത്. സർക്കാരിൻ്റെ പരിധിയിൽ നിൽക്കുകയാണ്. തീരുമാനമെടുക്കേണ്ടത് സർക്കാരാണ്. സ്വാഭാവികമായിട്ടും ആ സർക്കാരിനെ സ്വാധീനിക്കാൻ ആ പക്ഷത്തോടൊപ്പം നിൽക്കേണ്ടതായി വന്നു എന്നാണ് എൻ്റെ പക്ഷം. പക്ഷേ ജീവിതത്തിൽ ഇന്നേ വരെ ഒരു നയാ പൈസയുടെ കൃത്രിമം കാണിച്ചിട്ടില്ല എന്ന് നാഴികയ്ക്ക് 40 വട്ടം പറയുന്ന ഒരാളാണ് അദ്ദേഹം. ഇപ്പം ചർച്ചയ്ക്ക് ആയതോ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ കളവുമാണ്. എന്തായിരിക്കും ഈ കേസിന്റെ ഒരു ക്ലൈമാക്സ് എന്നാണ് മാഷ് വിചാരിക്കുന്നത്? ഒരു ദിവസം പോലും പണിയെടുക്കാതെ ശമ്പളം വാങ്ങാൻ പാടില്ല എന്നാണ്. അങ്ങനെ ശമ്പളം വാങ്ങിയാൽ പിറ്റേ ദിവസം മുമ്പിൽ അദ്ദേഹത്തിന് എന്തിനു വേണം? ഡിസിപ്ലിനറി പ്രൊസീജിയർ ആരംഭിക്കണമെന്നാണ്. കാരണം കൂടാതെ ഒരാൾ ജോലിക്ക് വരാതിരുന്നാൽ അദ്ദേഹത്തിന് അൺഓതറൈസ്ഡ് ആബ്സെൻ്റ് എന്നാണ് പറയാം. അത് കുറ്റകരമായ ഒന്നാണ്. അതാണ് KER പറയുന്നത്. അപ്പോൾ അങ്ങനെ ദിവസങ്ങളോളം മാസങ്ങളോളമൊക്കെ പണിയെടുക്കാതെ ശമ്പളം വാങ്ങിയാൽ KER എന്താണോ പറയുന്നത് അത് പ്രകാരമുള്ള ശിക്ഷാ നടപടികൾ സ്വാഭാവികമായിട്ടും ആ വകുപ്പ് സ്വീകരിക്കും. അതെ മാഷെ, ഇപ്പം ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, അതിൻ്റെ ചർച്ചകളൊക്കെ ഒതുങ്ങി. പക്ഷേ അവിടെ വളരെ ഗൗരവമായിട്ടുള്ള ഒരു ചോദ്യം സമൂഹത്തിന് മുൻപിൽ ഉയർന്നു നിൽക്കുന്നുണ്ട്. പള്ളിയുടെ മിഹ്റാബിൽ നിന്ന് വരെ പണം പിരിച്ചിട്ടാണ് സുപ്രഭാതം പോലുള്ള പത്രവും സമസ്തയുടെ പ്രസിദ്ധീകരണങ്ങളൊക്കെ. അത്തരം പ്രസിദ്ധീകരണങ്ങളൊക്കെ മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് എതിരെ നിൽക്കുന്ന ഒരു ചിത്രം നമ്മൾ തെരഞ്ഞെടുപ്പിൽ കാണാനുണ്ടായി. സംസ്ഥയുടെ ഔദ്യോഗിക പദവിയിലിരിക്കുന്ന പല ആളുകളും, ഉന്നതരായ പല ആളുകളും CPM വേണ്ടി വോട്ട് പിടിക്കുന്ന ഒരു സ്ഥിതിവിശേഷം കാണാനിടയായി. ഇതേവരെ ചരിത്രത്തിലില്ലാത്ത, ഇന്നേ വരെ ഇല്ലാത്ത ഒരു കീഴ്വഴക്കം ഈ സമസ്തയുടെ ഈ ചില ആളുകളുടെ അങ്ങനെ വരാൻ ആരുടെ കറുത്ത കരങ്ങളായിരിക്കും അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ടാവുക എന്നാണ് മാഷ കരുതുന്നത്? സമസ്തയുടെ ഔദ്യോഗിക പത്രം എന്നറിയപ്പെടുന്ന സുപ്രഭാതം, അങ്ങനെയാണ് പറയപ്പെടാറുള്ളത്. അതുപോലെ തന്നെ മറ്റ് പ്രസിദ്ധീകരണങ്ങളൊക്കെ ഇതൊക്കെ ഈ വിഭാഗത്തിന്റെ കയ്യിലാണ്. നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് 89-ലാണല്ലോ SKSF രൂപീകരിക്കപ്പെടുന്നത്. ഒരുപക്ഷെ AP വിഭാഗത്തെ ഇതിൽ നിന്ന് മാറ്റിയതിനു ശേഷം ആദ്യമായി രൂപീകരിക്കപ്പെട്ട സംഘടന SKSF ആണ്, SYS അല്ല, സമസ്ത അല്ലല്ലോ. എന്നാൽ ആ 89-ന് മുമ്പ് തന്നെ ആ മറുചേരിൻ്റെ കയ്യിൽ എന്തുണ്ടായിരുന്നു? സിറാജ് എന്ന പത്രമുണ്ട്. പ്രസിദ്ധീകരണങ്ങൾ അവരുടെ കയ്യിലാണ്, സംഘടനാ സംവിധാനങ്ങൾക്ക് അവരുടെ കയ്യിലാണ്. ഹൈദരലി ശിഹാബ് തങ്ങൾ പ്രസിഡൻ്റായിരുന്ന SSF അദ്ദേഹം മാറ്റി നിർത്തപ്പെടുകയാണ്. ബഹാവുദ്ദീൻ ഉസ്താദ് ജനറൽ സെക്രട്ടറി ആയിരുന്ന SSF നിന്ന് മാറ്റി നിർത്തപ്പെടുന്ന സാഹചര്യമാണ്. അപ്പോൾ ഈ സംഘടന ഒക്കെ അവരുടെ വരുതിയിലാക്കിയിരുന്നു ഒരു കാലഘട്ടത്തിൽ തന്നെ. ഇവിടെ ഞാൻ പറഞ്ഞു വരുന്നത് KTS ഉണ്ടായിരുന്നുവെങ്കിൽ സുപ്രഭാതം ഉണ്ടാകുമായിരുന്നില്ല എന്ന് ഞാൻ അടിവരയിടുന്നു. എന്താ കാരണം? സിറാജ് എന്ന പത്രത്തിൻ്റെ ആ പത്രം വഴി ഈ സമുദായത്തിനുണ്ടായ പോറൽ അത്ര വലുതായിരുന്നു. അങ്ങനെ പരിക്കേൽപ്പിക്കാൻ ശ്രമിച്ചു. എനിക്ക് ഓർത്തു പോകുന്നത് 89-ലല്ലേ SKS രൂപീകരിക്കപ്പെടുന്നത്. അതിന് 2 വർഷങ്ങൾക്ക് മുമ്പ് ആദ്യത്തെ സമസ്ത വിശദീകരണ യോഗം നടന്നത് ഇന്ന് ഞാൻ താമസിച്ചു കൊണ്ടിരിക്കുന്ന മാമ്പുഴ മഹലിലെ പൊടുവണ്ടി എന്ന് പറയുന്ന പ്രദേശത്താണ്. KT ഉസ്താദ് എന്ന് പ്രസംഗിച്ചത് ഇങ്ങനെയാണ്: സറജ മഅനാഹു കദിബ. അന്ന് സിറാജാണ് ഈ പണിയെടുത്തിരുന്നുവെങ്കിൽ ഇന്ന് സിറാജിനെക്കാളും ആധുനിക കാലഘട്ടങ്ങളിൽ വിവര സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ട്, സോഷ്യൽ മീഡിയകൾ ഉപയോഗിച്ചുകൊണ്ട് ആ പണി ഒരു പക്ഷേ സുപ്രഭാതം എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇവർക്കൊക്കെ പാഠം കിട്ടിയത് അന്ന് സിറാജിനെതിരായിരുന്നുവെങ്കിൽ അന്ന് സിറാജ് എടുത്തിരുന്ന പണികളൊക്കെ ഇന്ന് ആരെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്? പലപ്പോഴും ലീഗിനെതിരെ സുപ്രഭാതം എന്ന് സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതാണ് ഞാൻ അടിവരയിട്ടത്. ഒരു പിളർപ്പ് ആഗ്രഹിക്കാത്തത് കൊണ്ട് സ്വാഭാവികമായിട്ടും ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അത് പരിഹരിച്ചു പോകാനുള്ള വേദികൾ അക്കാലത്തുണ്ടായിരുന്നത് കൊണ്ട് സമസ്തയുടെ നേതാക്കന്മാരും മുസ്ലിം ലീഗ് നേതാക്കന്മാരും ഉള്ളു തുറന്ന് ചർച്ച ചെയ്തിരുന്ന ഒരു കാലഘട്ടം മുമ്പുണ്ടായിരുന്നത് കൊണ്ട് ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമായിരുന്നില്ല. ഇന്ന് ഈ തെരഞ്ഞെടുപ്പിന് ശേഷവും ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഒരിക്കലും യോജിക്കാൻ പറ്റാത്ത വിധത്തിൽ അകന്നു കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒറ്റ പദം, മരിക്കുന്നതിന് മുമ്പ് KT ഉസ്താദ് നടത്തിയൊരു പ്രസംഗം എനിക്ക് ഓർമ്മ വരികയാണ്. നബറല്ലാഹു മർക്കദ,
നജാത്ത് കോളേജ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിലെ അധ്യാപകരും വിദ്യാർത്ഥികളും ഉണ്ടായ ചെറിയൊരു പ്രശ്നങ്ങളെ പരിഹരിക്കാൻ വേണ്ടി രക്ഷിതാക്കളെ മീറ്റിംഗ് വിളിച്ചുകൊണ്ട് ഉസ്താദ് നടത്തിയ പ്രസംഗതാണ് യസ്സിറു വലാ തുഅസ്സിറു ബശ്ശിറു വലാ തുനസ്സിറു. ആ ചെറിയ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് ഒരു മണിക്കൂറാണ് പ്രസംഗിച്ചത്. ആർക്കും നിങ്ങൾ പ്രയാസമുണ്ടാക്കാൻ പാടില്ല, എല്ലാവർക്കും എളുപ്പമാക്കുക, ആരെയും നിങ്ങൾ അകറ്റി നിർത്തരുത്, എല്ലാവരെയും യോജിപ്പിക്കുക എന്ന പ്രസംഗം നടത്തിക്കൊണ്ടാണ് KT ഉസ്താദ് ഒരുപക്ഷെ നടത്തിയ ഏറ്റവും. അതിനുശേഷം KT ഉസ്താദ് പിന്നെ പ്രസംഗം നടത്തിയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവിടെ മനസ്സിലാക്കുന്നത് എന്തുകൊണ്ട് ഇത് നേരത്തെ മനസ്സിലാക്കിയിരുന്നു, അകൽച്ച ഉണ്ടാക്കാനുള്ള ഉപാധിയായി ഈ മാധ്യമ സംവിധാനങ്ങളൊക്കെ മാറരുത് എന്ന ആഗ്രഹമുണ്ടായത് കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. അത് അനുഭവത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടതാണ്. ഇന്നും നടന്നുകൊണ്ടിരിക്കുന്ന അത് തന്നെയാണ്. പറയാൻ പാടില്ലാത്ത പദങ്ങൾ ഉപയോഗിക്കുന്നു, വ്യാപകമായി നുണ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ രണ്ട് സംഘടനയും ഒരിക്കലും ഒന്നിക്കാകാൻ പറ്റാത്ത രീതിയിലുള്ള സംവിധാനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു. അതിന് സോഷ്യൽ മീഡിയ കൃത്യമായി ഉപയോഗപ്പെടുത്തുന്ന സാഹചര്യം നിലവിലുണ്ട്. കേരളത്തിലെ മുസ്ലിം സമൂഹത്തിനിടയിൽ അഭിമാനകരവും അതിനേക്കാൾ ഉപരി വിപ്ലവാത്മകരവുമായ ഒരു വിദ്യാഭ്യാസ ചിട്ടയായി വളർന്നു വന്ന CIC വാഫി വഫിയ എന്നൊക്കെ പറയുന്ന കോഴ്സുകൾ, അതിന്റെ ആ ഒരു സെറ്റപ്പിന് അല്ലെങ്കിൽ നമ്മളതിനെ വളരെ നിസ്സാരമായി കാണരുത് മാഷെ. അത് അതായത് മുസ്ലിം സമൂഹത്തിലെ യുവാക്കളിൽ ഒരു വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ, വിദ്യാഭ്യാസ വിപ്ലവകരമായ മുന്നേറ്റം ഉണ്ടാക്കാൻ തന്നെ ആ കോഴ്സുകൾ സാധ്യമായിട്ട് അതിനെ തച്ചുടക്കാൻ വേണ്ടി ഇയാൾ നടത്തിയിട്ടുള്ള ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട്. പണ്ഡിതന്മാരെ തെറ്റിദ്ധരിപ്പിക്കുക, ഈ പണ്ഡിതന്മാരെ നിരന്തരം തെറ്റിദ്ധരിപ്പിക്കുന്നത് തുടർന്നിട്ടുണ്ട് അദ്ദേഹം. മാഷ് സത്യത്തിൽ എന്താണ് ഇതിന്റെ പിന്നിലെ അജണ്ട? ഒരു സ്ഥാപനത്തെ വിലയിരുത്തേണ്ടത് ആ സ്ഥാപനത്തിൽ നിന്ന് പുറത്തു വരുന്ന പ്രോഡക്റ്റിനെ നോക്കിക്കൊണ്ടാണ്. ഔട്ട്പുട്ടാണല്ലോ. ഞാൻ മനസ്സിലാക്കിയിടത്തോളം വാഫി കോളേജിൽ നിന്ന് പുറത്തു വന്ന ഒരാളും മുജാഹിദ് വേദികളിലോ ജമായത്ത് വേദികളിലോ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് അഹ്ലു സുന്നത്തി വൽ ജമായത്തിന്റെ ആദർശങ്ങൾ എതിർക്കുന്നതായിട്ട് നാളിതുവരെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഈ സംവിധാനം തുടക്കം കുറിച്ച അന്ന് മുതൽ ഇതിനെ കൃത്യമായി ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത് ഇവിടുത്തെ ഉസ്താദുമാരും അവരുടെ മക്കളാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സമുന്നതരായ നേതാക്കന്മാരുടെ മക്കളോ പേരക്കുട്ടികളോ ഇത് കൃത്യമായി ഉപയോഗപ്പെടുത്തി ഈ ഡിഗ്രി കയ്യിലിരിക്കുന്ന ആളുകളാണ്. ഇങ്ങനെ ഇതിനു വേണ്ടി വിമർശിക്കുന്ന ആളുകളെ വീട്ടിൽ പോലും ഒന്നിൽ കൂടുതൽ ആളുകളുണ്ട്. അതല്ലേ വാസ്തവം? എൻ്റെ പ്രദേശത്തിൽ മുഷാവറ മെമ്പറുണ്ട്. അദ്ദേഹം ഈ വാഫി സംവിധാനത്തെ വല്ലാതെ എതിർക്കുന്ന കൂട്ടത്തിലാണ്. എന്നാൽ വാഫി അലൂമിനി അസോസിയേഷന്റെ പ്രസിഡന്റ് ആ വീട്ടിൽ നിന്നാണ്. അതായത് സ്വന്തക്കാരെ ബോധ്യപ്പെടുത്താൻ കഴിയാത്ത ഒരു കാര്യം എങ്ങനെ സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ സാധിക്കുക? എന്താണ് അതിൻ്റെ പിന്നിൽ? അറിയാത്തത് കൊണ്ടാണ്. മാത്രമല്ല, ഏത് മേഖല ഉപയോഗിച്ചുകൊണ്ടാണ് ഇവർ പറയുന്നത്? ഇതൊരു പുതിയ സംവിധാനത്തിന് തുടക്കം കുറിച്ചതാണല്ലോ വാഫി സംവിധാനം. ആദ്യകാലത്തില്ലായിരുന്നു. എന്തുകൊണ്ടാണ്? ഞാനൊരു ഒറ്റ ഉദാഹരണം പറഞ്ഞുതരാം. 11 എയ്ഡഡ് അറബി കോളേജുകൾ കേരളത്തിലുണ്ട്. നേരത്തെ ഒക്കെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് കീഴിലാണ്. പിന്നെ കണ്ണൂർ യൂണിവേഴ്സിറ്റി നമ്പർ 2 അവിടെ പോയി. പാറാലൊരു കോളേജും കടവത്തൂർ കോളേജും. ബാക്കി 9 കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കീഴിലുണ്ട്. അതിൽ 2 സ്ഥാപനം മാത്രമാണ് 95 ആർക്ക് കിട്ടിയത്? സുന്നികൾക്ക് കിട്ടിയത്. ചേന്ദമംഗലൂർ സുന്നി അറബി കോളേജും കരുവാറുണ്ട് ദാറുന്നജാത്ത് അറബി കോളേജും. ബാക്കിയൊക്കെ മുജാഹിദ് പക്ഷത്താണല്ലോ. ഈ 2 കോളേജിലും PG ഇല്ലായിരുന്നു. 2 കോളേജിലും PG ഇല്ലായിരുന്നു. അധ്യാപക യോഗ്യതയുടെ മാനദണ്ഡം PG വേണമെന്നാണ്. അപ്പൊ ഈ സുന്നി നേതാവ് എവിടെ പോയിട്ടാണ് PG എടുത്തത്? PGക്ക് പഠിക്കാൻ പോയത് എവിടെയാണ്? ഏത് പ്രായത്തിലാണ് പോയത്? ഫറൂഖ് റൗലത്തുല്ലും അറബി കോളേജിൽ പോയിട്ടല്ലേ PG എടുത്തത്? നജാത്തിന്റെ ഇപ്പോഴത്തെ KTM കോളേജിന്റെ ഇപ്പോഴത്തെ പ്രിൻസിപ്പൽ ചാർജ് ചെയ്തിരിക്കുന്ന ആളും അവിടെ തന്നെ എടുത്തത്. ഒരേ ബാച്ചാ രണ്ടാളും പഠിച്ചത്. അവിടെ പോയി പഠിച്ചു. എന്താ അവിടെ പോയി പഠിക്കേണ്ടി വന്നത്? കുട്ടശ്ശേരിയുടെ ഹുസൈൻ മടവൂരിൻ്റെ അല്ലെങ്കിൽ മുസ്തഫ ഫാറൂഖിയുടെ അല്ലെങ്കിൽ ഹമീദ് മദീനിയുടെ അവരുടെ കീഴിലാണല്ലോ വന്നത്. എന്താ പഠിക്കേണ്ടി വന്നത്? നമുക്ക് സ്ഥാപനം ഇല്ലാത്തത് കൊണ്ട്. അപ്പം അന്ന് സ്ഥാപനത്തിലേക്ക് പോകുമ്പോൾ എന്നാൽ എന്ത് കണ്ടു? ഹുദവികൾ അങ്ങനെ വന്നു. വാഫികൾ എന്ത് ചെയ്തു? 10ാം ക്ലാസ് കഴിഞ്ഞ കുട്ടികൾക്ക് പ്രത്യേക എൻട്രൻസ് പരീക്ഷകൾ നടത്തി മിടുക്കരെ കണ്ടെത്തിക്കൊണ്ട് മതബൗദ്ധിക വിദ്യാഭ്യാസ സമന്വയത്തിലൂടെ നല്ല സിലബസോടുകൂടി വ്യവസ്ഥാപിതമായ ഒരു മാർഗം കണ്ടെത്തിയതില്ല വാഫി. വ്യവസ്ഥാപിതമായിരുന്നു എന്നതിൻ്റെ തെളിവാണ് ഞാൻ പറഞ്ഞ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സമുന്നതരായ ഉസ്താദുമാരുടെ മക്കളൊക്കെയും പരമാവധി 2 വിദ്യാഭ്യാസം നേടണമെന്ന് ആഗ്രഹിച്ചവരൊക്കെ പോയത് എവിടെയാണ്? വാഫി കോളേജിലാണ്. വേണമെങ്കിൽ ഒരു ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാൻ മാത്രം നമുക്ക് കഴിയുമെന്നുള്ളത്. പിന്നെ ഇവർക്കെതിരെ ആരോപിക്കൽ മാത്രമാണ്. ആരോപണം എന്തുമാവാലോ. പക്ഷെ ഒരു ആരോപണവും ഇതുവരെ തെളിയിക്കപ്പെട്ടിട്ടില്ല. പിന്നീട് എന്തിനു വേണ്ടി വന്നു? ചില കുബുദ്ധികൾ, ചില ആളുകളുടെ വ്യക്തി താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി അവരുദ്ദേശിച്ചതുപോലെയോ സ്ഥാപനം പോകാവൂ, സംഘടന പോകാവൂ എന്ന ഒബ്സ്റ്റിനേഷൻ, ചിത്താന്തത്തിന്റെ പേരിൽ
ഒരു സമുദായത്തിൻ്റെ വിദ്യാഭ്യാസ പുരോഗതി ഇല്ലാതാക്കുന്നു എന്നതിനപ്പുറം ഒന്നും ഞാൻ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നില്ല. മാത്രവുമല്ല അത് വിജയിക്കാനും പോകുന്നില്ല. പകരം വന്ന സംവിധാനം കൃത്യമായി പഠനം നടത്താതെ വന്നതാണ്. അതിൻ്റെ തെളിവുകൾ ബോധ്യപ്പെട്ടു. അതിൻ്റെ തെളിവുകൾ ബോധ്യപ്പെട്ടത് എങ്ങനെയാണ്? സയൻസ് സ്ട്രീമിൽ വന്ന സ്ഥാപനം പൂട്ടേണ്ടി വന്നു. ഒരു കൊല്ലമായിട്ടുള്ള ആ സ്ഥാപനം തുടങ്ങിയത്. റിസൾട്ട് ആഘോഷിക്കാൻ തുടങ്ങുമ്പോൾ അല്ലാതെ എനിക്ക് തോന്നിപ്പോരാകുന്നത് എവിടുന്നാണ് ഈ +2 റിസൾട്ട് അവർക്ക് കിട്ടിയത്? ഈ +1 ഈ കുട്ടി അടിത്തറ പഠിച്ചത് എവിടുന്നാണ്? മറ്റ് സംവിധാനത്തിൽ നിന്നാണ്. സ്വാഭാവികമായിട്ടും നിരന്തരം തെറ്റിദ്ധരിക്കപ്പെടുമ്പോൾ ഉണ്ടാകുന്ന സ്വഭാവം. നുണ പറയുന്നത് പോലെയാണത്. നുണ 2 തരത്തിലുള്ള നുണകളുണ്ടല്ലോ. ഒന്ന് വ്യക്തിയിൽ പരിമിതപ്പെടുന്ന നുണ. ഒരാൾ ഉദാഹരണം ചോദിക്കുകയാണ്, എന്നോട് 100 രൂപ ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. എൻ്റെ പോക്കറ്റിൽ 100 രൂപ ഉണ്ടായിരിക്കെ ഞാൻ ഇല്ല എന്ന് പറയുന്നത് ഒരു നുണയാണ്. പക്ഷെ ഇവിടെ പറഞ്ഞത് രണ്ടാമത്തെ നുണയാണ്. ചക്രവാളങ്ങൾക്ക് താണ്ടി കടന്നുപോയി സമൂഹത്തിൽ ഫിത്നയും ഫസാദും ഉണ്ടാക്കുന്ന നുണ നിരന്തരമായി ഗീബൽസിന് വെല്ലുന്ന നുണ പറഞ്ഞതോടുകൂടി സുന്നത്ത് ജമാഅത്തിനെ ഇഷ്ടപ്പെടുന്ന ആഗ്രഹിക്കുന്ന ആളുകൾ സ്വാഭാവികമായി തെറ്റിദ്ധരിക്കപ്പെടുകയും അതിൻ്റെ പേരിൽ പല കുട്ടികളെയും മാറ്റി ചേർക്കേണ്ടി വന്നു എന്നുള്ളതാണ്. സ്നെക്കിന് നമ്മളെതിരല്ല. സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ സംബന്ധിച്ചിടത്തോളം അവകാശപ്പെടാൻ മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊന്നുമില്ല. ഞാൻ അങ്ങനെയാണ് പറയുന്നത്. അവകാശപ്പെടാൻ മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊന്നുമില്ല. 10,000-ഓളം മദ്രസകൾ നടത്തുന്നുണ്ട്, സമുദായത്തിൻ്റെ ചെലവിലാണ്. ദർസുകൾ നടത്തുന്നുണ്ട്, അറബി കോളേജുകൾ നടത്തുന്നുണ്ട്, സമുദായത്തിൻ്റെ ചെലവിലാണ്. മറ്റ് സംഘടനയെ നമുക്ക് താരതമ്യം ചെയ്യാം. ക്രിസ്ത്യൻ സംഘടനകളുണ്ടല്ലോ, NSS ഉണ്ടല്ലോ, SNDP ഉണ്ടല്ലോ, MES ഉണ്ടല്ലോ. ഇവരൊക്കെ നടത്തുന്ന സ്ഥാപനങ്ങൾ സർക്കാർ ചെലവിലാണ്, എയ്ഡഡ് മേഖലയിലാണ്. കേരളത്തിൽ സർക്കാർ സ്കൂളുകളെക്കാളും എയ്ഡഡ് മേഖലയിൽ സ്കൂളുകളുണ്ട്. മുസ്ലിം ജനസംഖ്യയെക്കാളും താരതമ്യേന കുറവുള്ള ക്രിസ്തീയ സമൂഹത്തിന്റെ പേരിലാണ് ഏറ്റവും കൂടുതൽ സ്കൂളുകൾ കാണപ്പെടുന്നത്. അവർ വിദ്യാഭ്യാസം നൽകുന്നത്, അവർ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് നടത്തുന്നത്, അവർ എഞ്ചിനീയറിംഗ് കോളേജുകൾ നടത്തുന്നത്, അവർ പ്രൊഫഷണൽ കോളേജുകൾ നടത്തുന്നത്, ട്രെയിനിങ് കോളേജുകൾ നടത്തുന്നതൊക്കെ സർക്കാർ ചെലവിലാണ്. നമുക്ക് ഇതുവരെ എന്താക്കാൻ പറ്റില്ല. സർക്കാർ ചെലവിൽ എന്ത് സ്ഥാപനമാണ് നമുക്കുള്ളത്? നമുക്ക് സമുദായത്തിൻ്റെ ചെലവിലുള്ള സ്ഥാപനങ്ങൾ മാത്രമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ആളുകൾ എന്ത് ചെയ്തു? നേരത്തെ ആദ്യം നമ്മൾ വിലയിരുത്തേണ്ടത് ഇക്കാര്യം ചർച്ച ചെയ്യുമ്പോൾ ഒരു 30 വർഷത്തെ 40 വർഷത്തെ ഈ സമുദായത്തിൻ്റെ വിദ്യാഭ്യാസ പുരോഗതി വിലയിരുത്തണം. ഒരു 30 വർഷം മുമ്പ് നമ്മൾ എങ്ങനെയായിരുന്നു? സ്ക്രോളിംഗ്, മെല്ലെ പോക്കായിരുന്നു. നമ്മൾ വിദ്യാഭ്യാസ മേഖലയിൽ ഇഴഞ്ഞു നീങ്ങുന്ന സംവിധാനം ഉണ്ടായി. പിന്നെ നമ്മൾ അടുത്ത 10 വർഷം നമ്മൾ എന്തായി? ഗ്രാജുവലായി, പടിപടിയായി വരാൻ തുടങ്ങി. ഇപ്പം നമ്മൾ റാപ്പിഡാണ്, ത്വരിതഗതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവരൊക്കെ നേരത്തെ നേടി എന്നുള്ളതാണ്. അപ്പം നമുക്ക് വ്യഗ്രത കൂടിപ്പോയി. എത്ര വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ലഭിച്ചാലും നമുക്ക് തികയാതെ വരുന്ന സാഹചര്യം ഉണ്ടായി. +1 അഡ്മിഷൻ കിട്ടാതെ പോകുന്ന സാഹചര്യം വന്നു. വാഫി സംവിധാനം വന്നതോടുകൂടി നിലവാരമുള്ള കുട്ടികൾ മതബൗദ്ധിക വിദ്യാഭ്യാസം നേടാൻ വാഫി ക്യാമ്പസുകളിലേക്ക് പോകേണ്ടി വന്നു. കുറേ കാലങ്ങൾക്ക് ശേഷം പെൺകുട്ടികൾക്ക് വന്നു. അഭിമാനപൂർവ്വം കരുവാരക്കുണ്ടിൽ നിന്ന് ഞാൻ പറയുന്നു, വഫിയ കോളേജിന്റെ ഉദ്ഘാടനത്തിന് പോയി പ്രസംഗിച്ചത്, ഒരു പക്ഷേ ഉദ്ഘാടനം നടത്തിയത് മർഹൂം KT ഉസ്താദ് നവ്വറുല്ലാഹു മർക്കദ മഹാനവർകളായിരുന്നു. അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടായിരുന്നു അത്. ഇതിലെന്തുള്ളൂ? ഈ ആക്ഷേപിക്കുന്നതൊന്നും ഒട്ടും ശരിയില്ല എന്നതാണ് നമ്മളെ വിലയിരുത്തൽ വരുന്നത്. മാത്രമല്ല, സ്നെക്ക് സംവിധാനം വന്നോട്ടെ, വേണ്ടത് ഇവിടെയല്ല. ഇവിടെ ജാമിയ ജൂനിയർ കോളേജുകളുണ്ട്, ഹുദവികളുണ്ട്, അതുപോലെ തന്നെ കടമേരിയുടെ പേരിൽ നടക്കുന്നുണ്ടെങ്കിൽ വിവിധ സ്ഥാപനങ്ങളുടെ പേരിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്. ഇവിടെയും അതുപോലെ തന്നെ ഈ സമുദായത്തിന് കിട്ടാതെ പോകുന്ന പുറം സംസ്ഥാനങ്ങളിലൊക്കെ പോയി ഇത്തരം സംവിധാനങ്ങൾ സ്ഥാപിച്ച് മൊത്തത്തിൽ പറയുന്ന പിന്നോക്കം നിൽക്കുന്ന ഈ സമുദായത്തെ സമുദ്ധരിക്കാനുള്ള നിലപാടുകളാണ് സ്വീകരിക്കേണ്ടത് എന്ന എൻ്റെ പക്ഷം. പക്ഷേ CIC എല്ലാ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറായിട്ടും ഈ പ്രശ്നം പരിഹരിക്കാതെ നീട്ടിക്കൊണ്ടു പോകുന്നതിന്റെ പിന്നിൽ ആരായിരിക്കും? ഇപ്പം ഏത് സംസ്ഥയുടെ ആളുകളോട് ചോദിച്ചാൽ പറയും ഉടനെ പരിഹരിക്കുന്നു എന്ന് പറയും. CICയുടെ ആളുകളോട് ചോദിച്ചാൽ ഞങ്ങളെല്ലാം ഒപ്പിട്ട് കൊടുത്ത് പൂർണ്ണമായി പരിഹരിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നു. എന്താണ് ഇതിങ്ങനെ നീട്ടിക്കൊണ്ടുപോകുന്നതിന്റെ ഒരു കാര്യം? ഞാൻ കൃത്യമായി മനസ്സിലാക്കുന്നത് ഈ ലോബി ആരിൽ നിന്ന് അച്ചാരം വാങ്ങിയിട്ടുണ്ടെന്നാണ്. അതായത് ഈ സംവിധാനത്തെ തകർക്കാൻ ആവശ്യമായ സംവിധാനം, ഈ അജണ്ടകളൊക്കെ നടപ്പിലാക്കാൻ മാത്രം ബുദ്ധിശേഷി ഇവർക്ക് ഉണ്ട് എന്ന് പോലും ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ഇത് ആവശ്യമായ ഈ കൂർമ്മ ബുദ്ധി ഒരു പക്ഷേ ഇമ്പോർട്ടഡ് ആണ്. ബാഹ്യശക്തികളിൽ നിന്ന് ലഭിക്കുന്ന പ്രേരണയുടെ അടിസ്ഥാനത്തിലാവാം ഇതൊക്കെ സംവിധാനിക്കുന്നത് എന്നാണ് എനിക്ക് ബോധ്യപ്പെടുന്നത്. അല്ലെങ്കിൽ എന്തിൻ്റെ പേരിലാണ് CIC എന്തൊക്കെ പറഞ്ഞത് മുഴുവൻ കേട്ടല്ലോ. അവർ പറയുന്ന എഗ്രിമെൻറ്റുകളൊക്കെ എക്സിക്യൂട്ട് ചെയ്തു, പറഞ്ഞ കരാറുകളൊക്കെ കൊടുത്തു, തീരുമാനങ്ങളൊക്കെ രേഖാമൂലം അറിയിച്ചു. CICയുടെ ജനറൽ സെക്രട്ടറിയെ പുറത്താക്കണം എന്ന് പറയുമ്പോൾ അതും ചെയ്തു. പകരം ഒരു സെക്രട്ടറിയെ കിട്ടിയപ്പോൾ അതും പട്ടിക്കാട് ജാമ്യയിൽ വെച്ചാണെന്ന് തോന്നുന്നു, ഉസ്താദുമാരുടെയൊക്കെ സാന്നിധ്യത്തിൽ ദുആർന്ന സെക്രട്ടറിയെ തീരുമാനിച്ചു.
തീരുമാനിച്ച ആളുകളല്ലല്ലോ അഭിപ്രായം പറഞ്ഞത്. രണ്ടാം തരം നേതാക്കന്മാർ പോയിട്ട് ചാനലിന് മുമ്പാകെ പോയിട്ട് ഇപ്പൊ തീരുമാനിച്ച വ്യക്തി മൂർഖനാണ്, കരിമൂർഖനാണെന്ന് പ്രയോഗം നടത്തല്ലേ ചെയ്തത്. അതായത് വാല് തലയെ നിയന്ത്രിക്കുന്ന സാഹചര്യമുണ്ടായി എന്ന് പറഞ്ഞാൽ തെറ്റാവൂല. അതാണ് അവിടെ നടന്നത്. യഥാർത്ഥത്തിൽ ആവശ്യം എന്താണ്? ഇവർ പറയുന്ന ഒരു കാര്യം, ഒരു ഡിമാൻഡ് അംഗീകരിക്കുമ്പോൾ അടുത്ത ഡിമാൻഡ് വെക്കുന്നു. സാധാരണ എക്കണോമിക്സ് പഠിക്കുമ്പോൾ പറയേണ്ട ആളുകൾ ഹ്യൂമൻ വാട്ട്സ് ആർ അൺലിമിറ്റഡ് എന്ന് പറയും. മനുഷ്യൻ്റെ ആവശ്യങ്ങൾക്ക് പരിധിയില്ല, പരിമിതിയില്ല എന്നാണ്. ഒന്ന് പരിഹരിക്കപ്പെടുമ്പോൾ അടുത്തത് വരും. ഇന്നതുപോലെ CAC വിഷയങ്ങളിൽ ക്ഷതറ വിഭാഗത്തിൻ്റെ ആവശ്യങ്ങൾക്ക് പരിധിയില്ല, പരിമിതിയില്ല എന്നാണ് പറയാം. അവർക്ക് ഒരിക്കലും ഇത് മസ്ലഹത്താക്കണമെന്ന ആഗ്രഹമില്ല. ഒന്ന് പരിഹരിക്കപ്പെടുമ്പോൾ അടുത്തത്. അവരുടെ ഉദ്ദേശം CACയുടെ തലപ്പത്തിരിക്കുന്നത് പാണക്കാട് കുടുംബമാണ്. അവരെ ടാർഗറ്റ് ചെയ്യണം, ഉദ്ദേശം അതാണ്. രണ്ടാമത് അവരുടെ ആഗ്രഹം എന്താണ്? CAC സംവിധാനത്തിലൂടെ വരുന്ന കുട്ടികൾ, ഞാൻ മനസ്സിലാക്കിയിടത്തോളം കൃത്യമായി അവിടെ പൊളിറ്റിക്സ് പോലും പഠിപ്പിച്ചു വിടുന്നുണ്ട്. പൊളിറ്റിക്സ് പോലും അവിടെ പഠിപ്പിച്ചു വിടുന്നുണ്ട്, ഒരു പ്രത്യേക വിഷയമാക്കിക്കൊണ്ട്. ഒരുപക്ഷെ ഈ സംഘശക്തിയുടെ, ന്യൂനപക്ഷ സംഘശക്തിയുടെ അനിവാര്യത എന്ത് എന്ന് ബോധിപ്പിക്കുന്ന രീതിയിലുള്ള പഠന സംവിധാനം കൂടി കിട്ടുന്നതോടുകൂടി ഇവരിത് പക്ഷേ ഉദ്ദേശിച്ചു കൊണ്ടുപോകുന്ന തലങ്ങളിലേക്ക് ഈ വിദ്യാർത്ഥികളെ എത്തിക്കാൻ കഴിയാതെ വരുന്ന സാഹചര്യം വന്നാൽ ഇവരെ സഹായിച്ചു കൊണ്ടിരിക്കുന്ന വിഭാഗത്തിൽ നിന്നുള്ള സഹായം ലഭ്യമാകാതിരിക്കുന്ന സാഹചര്യം പോലും വരും. അങ്ങനത്തെ സാഹചര്യം വന്നാൽ എന്തുണ്ടാകുന്നു? ഇവരുടെ അജണ്ടകൾ ഒരുപക്ഷെ പാളിപ്പോകും എന്നതിൻ്റെ പേരിൽ ഏത് വിധേനയും CAC സംവിധാനത്തെ തർക്കകാല ശ്രമം നടത്തുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ സമസ്ത മുഷാവറ തീരുമാനം എടുത്തിട്ടില്ലല്ലോ. സമസ്ത മുഷാവറ ആധികാരികമായി CACയോട് സഹകരിക്കുന്ന തീരുമാനമെടുത്തിട്ടുണ്ടെങ്കിൽ സമസ്ത മുഷാവറ മെമ്പർമാരുടെ സ്ഥാപനത്തിൽ ഇപ്പോഴും അത് നടക്കുന്നുണ്ടല്ലോ. അങ്ങനെ ആധികാരികമായ തീരുമാനമെടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ നടക്കാൻ പാടില്ലല്ലോ. അതിനർത്ഥം ആ സ്ഥാപനങ്ങളിലൊന്നും എന്നില്ല, ഈ പറയപ്പെടുന്ന ബദരീ ആശയങ്ങളൊന്നും പഠിപ്പിക്കപ്പെടുന്നില്ല എന്നതാണ് യഥാർത്ഥം. പക്ഷേ സമസ്തയും CICയും തമ്മിലുള്ള പ്രശ്നം പരിഹരിക്കാതെ നീട്ടിക്കൊണ്ടുപോകുന്നതിന് പിന്നിൽ ചരട് വലിക്കുന്നത് ഒരു മുൻ മന്ത്രിയാണ് എന്ന് കേൾക്കുന്നു. ഇത് ശരിയാണോ? ശരിയാണത്. കാരണം അദ്ദേഹത്തിന് തന്നെ നിലപാടുണ്ടായിരുന്നില്ല. അദ്ദേഹം ഏത് വിദ്യാർത്ഥി സംഘടനയിലൂടെയാണ് പുറത്തേക്ക് വന്നത്? ആ വിദ്യാർത്ഥി സംഘടന എത്ര കാലം ഉണ്ടായി അദ്ദേഹം? പിന്നീട് അങ്ങോട്ടാണ് പോയത്. അവിടെ എത്ര കാലം ഉണ്ടായി? ആശയപരമായ പ്രശ്നങ്ങളുടെ പേരിലല്ലോ അദ്ദേഹം കൂടുമാറിയത്. അദ്ദേഹം സൗകര്യം പോലെ കുറ്റി മാറ്റി കെട്ടുന്ന രീതി സ്വീകരിക്കാൻ പറ്റുമോ? അദ്ദേഹത്തിന്റെ അജണ്ട എന്തായിരുന്നു? ഇപ്പോൾ എന്താണ് അദ്ദേഹം പുറത്തു നിൽക്കേണ്ട സാഹചര്യം വന്നത്? അങ്ങനെയുള്ള ഒരാള് മെമ്പർഷിപ്പ് കിട്ടാതെയും അതിൻ്റെ ആളായി നിൽക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ട് ഇനി പ്രശ്നം ഉണ്ടാവും. ഇന്നലെ മിഞ്ഞാന്ന് വന്ന ആൾക്ക് മെമ്പർഷിപ്പും അതുപോലെ തന്നെ ചിഹ്നം കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. 10-15 കൊല്ലമായി ചിഹ്നം കാത്തു നിൽക്കുന്ന ആളുകൾക്ക് കിട്ടാതെ വരുന്നു. ഇപ്പോൾ വരുന്ന ആളുകൾക്ക് ചിഹ്നം കൊടുക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഇതൊക്കെ വന്നിട്ടുണ്ടല്ലോ. ഇത് ചില ആളുകൾ ഏറ്റെടുത്ത അജണ്ടകൾ തന്നെയാണ്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം മലപ്പുറം ജില്ലയിലെ മറ്റൊരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ അദ്ദേഹം ചെന്നു. അവിടെ ചെന്നിട്ട് എൻ്റെ പ്രസിഡൻ്റുള്ള സമയത്താണ് സംസാരിച്ചത്. എന്താ, നിങ്ങൾക്ക് എന്തെങ്കിലും സ്ഥാപനം വേണമെന്ന് ചോദിച്ചാൽ അങ്ങോട്ട് പോയി കാണണം. സ്ഥാപനം വേണമെന്നാണ് ചോദിച്ചത്. അപ്പോൾ സ്വഭാവ പ്രസിഡന്റ് പറഞ്ഞു, ഞങ്ങൾക്കൊരു സ്കൂൾ വേണം, എയ്ഡഡ് മേഖലയിൽ തന്നെ വേണം. അങ്ങനെ ഞാൻ ഉടനെ ശരിയാക്കി തരാം. ഉപാധി വെച്ചു. ഇടതുപക്ഷത്തിൻ്റെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ പൊതുപരിപാടികളിൽ തങ്ങളുടെ സാന്നിധ്യം ഉണ്ടാകണം, പങ്കെടുക്കണം. ജാഥയാണെങ്കിലും ശരി, അല്ലെങ്കിൽ കൈകോർക്കലാണെങ്കിലും ശരി, അതിലൊക്കെ പങ്കെടുക്കണം. അങ്ങനെ പോയി പങ്കെടുത്തു. അങ്ങനെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് മലപ്പുറം DD ഓഫീസിലേക്ക് ഒരു ലെറ്റർ, ഇവരുടെ സ്കൂളിൽ പരിശോധന നടത്തണം, ഇൻസ്പെക്ഷൻ റിപ്പോർട്ടും അതുപോലെ സർവേ റിപ്പോർട്ടും സമർപ്പിക്കണം. 1.5 മാസങ്ങളൊക്കെ സമർപ്പിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ കിട്ടുന്ന കരുതിയത്. എന്താ കൊടുത്തത്? കൊടുത്തൊന്നുമില്ല. ഒരു ഉപാധിയോടുകൂടിയ ഉത്തരവ് അങ്ങനെ നൽകാമെന്ന് പറഞ്ഞു, വിളിച്ചു വരുത്തിയിട്ട്. എന്താണ് ഉപാധി? നിങ്ങളുടെ സ്കൂളിന് എയ്ഡഡ് പദവി നൽകാം. അവിടെ നിയമിക്കപ്പെടുന്ന ടീച്ചേഴ്സ് സാധാരണ പ്രൊട്ടക്റ്റഡ് ടീച്ചേഴ്സ് ആയിരിക്കണം. അത് ഇവിടെ ഉള്ളത് മലബാർ മേഖലയിൽ കുറവാണ്. തെക്കൻ കേരളത്തിലെ ഇതര സമുദായങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന എയ്ഡഡ് സ്കൂളുകളിൽ കുട്ടികളുടെ കുറവ് കാരണം പുറത്ത് നിൽക്കപ്പെടുന്ന അധ്യാപകരിൽ നിന്ന് നിയമിക്കണം. ആദ്യം നിയമിക്കേണ്ടതൊക്കെ അവരെയാണ്. അവരുടെ റിട്ടയർമെൻറ്റ് ശേഷം നിങ്ങൾക്ക് നിയമിക്കാൻ പറ്റും. അതായത് ഒരു 30-35 കൊല്ലം വരെ നിയമിക്കാനുള്ള സൗകര്യം നിങ്ങൾക്ക് ഉണ്ടാവില്ല. ഈ സാധാരണ ഉദാരമതികളായ ഈ പാവപ്പെട്ട മുസ്ലിം സമുദായത്തിൻ്റെ പണം ഉപയോഗപ്പെടുത്തി വാങ്ങിയ ഭൂമി, അവിടെ ഉണ്ടാക്കിയ കെട്ടിടം, ഇവിടെ സൗകര്യമൊക്കെ ചെയ്തു കൊടുത്ത് ഇതര ആളുകളിൽ നിന്നും പുറത്താക്കപ്പെട്ട ആളുകൾക്ക് അധ്യാപക നിയമനം നൽകുന്ന സാഹചര്യം ഉണ്ടാകണം എന്നാണ് പറഞ്ഞത്. ഒരിക്കലും സാധാരണ പറയാലത് ഒരു അസാധ്യമായ ഒരു നിബന്ധന മുമ്പിൽ വെച്ചുകൊണ്ട് ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇവരൊക്കെ നൽകുന്നത് ഓഫറുകൾ മാത്രമാണ്. ഈ 11 എയ്ഡഡ് അറബി കോളേജിൽ 4 പുതിയത് കൊടുത്തപ്പോൾ 95 ET വിദ്യാഭ്യാസ മന്ത്രി അപ്പോൾ 27ഓളം കോളേജുകൾ കൊടുത്തപ്പോൾ ഇവർ വിദ്യാഭ്യാസ സംരക്ഷണ സമിതിക്ക് രൂപം നൽകിക്കൊണ്ട്
അതിനെതിരെ കേസ് കൊടുത്ത വിഭാഗമാണ് വരെ. ഈ സമുദായത്തിന് അധികം കൊടുത്തു എന്ന് പറഞ്ഞ് കേസ് കൊടുത്ത വിഭാഗമാണ്. ഇവരിൽ നിന്ന് ഇതിനൊന്നും പ്രതീക്ഷിക്കാൻ പറ്റില്ല. പക്ഷെ ഇവരുടെ ആഗ്രഹങ്ങൾ ഞാൻ പറഞ്ഞു, 1, 2, 3 അങ്കുലി പരിമിതമായ വ്യക്തികൾ, കൃത്യമായി പറയുന്നു, അങ്കുലി പരിമിതമായ വ്യക്തികൾ സംഘടനാ സംവിധാനങ്ങൾ ദുരുപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ സമുദായത്തിൻ്റെ സംവിധാനങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തുകയും അവർക്ക് മാത്രം അതിൽ സാമ്പത്തികം ഉൾപ്പെടെയുള്ള വരുമാനങ്ങൾ ഉണ്ടാക്കി തീർക്കുകയും ചെയ്ത് ഇതിനെ ശിഥിലമാക്കുക എന്നതിനപ്പുറം ഇവർക്ക് ലക്ഷ്യങ്ങളൊന്നുമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സമസ്ത കേരള ജമിയത്തുൽ ഉലമയും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും ഒരേ മനസ്സ് ആയി പ്രവർത്തിച്ചിരുന്ന ഒരു സുവർണകാലം നമുക്ക് കടന്നുപോയിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും ഗുണം നമുക്ക് കിട്ടിയിട്ടുള്ളത് മുസ്ലിം ഉമ്മത്തിന് തന്നെയാണ്, അതിൽ സംശയമൊന്നുമില്ലാത്ത കാര്യമാണ്. പക്ഷേ ഇനി അങ്ങനത്തെ ഒരു കാലം തിരിച്ചു വരാൻ എന്താണ് ശ്രദ്ധിക്കേണ്ടത്, എവിടെയാണ് ജാഗ്രത പുലർത്തേണ്ടത്, ആരെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്? മാഷ് ഒന്ന് വിശദീകരിച്ച കൊള്ളാം. ഏറ്റവും അവസാനമായി പറയേണ്ട ആളാരാണ്? അഭിപ്രായം നേതാവാണ്, അതായത് പ്രസിഡന്റാണ്. പക്ഷെ ഇപ്പം നമ്മൾ മനസ്സിലാക്കിയെടുത്തോളം ആദ്യം അഭിപ്രായം പറയുന്ന ആളായി പ്രസിഡന്റായി മാറി എന്നുള്ളത് പലപ്പോഴും മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. കൃത്യമായി ആലോചനകൾ നടത്തി പറയേണ്ട കാര്യങ്ങൾ അല്ലാതെ പറയുന്ന സാഹചര്യമുണ്ട്. അതിന് കാരണം പറ്റിയത് നേരത്തെ സംഘടനയിൽ പ്രവർത്തിച്ച പരിചയക്കുറവുണ്ടായിട്ടുണ്ട്. 989 SKSF രൂപീകരിക്കപ്പെടുമ്പോൾ ഞാനതിൻ്റെ മലപ്പുറം ജില്ലാ സെക്രട്ടറിമാരിൽ ഒരാളാണ്. ജാമിയ നൂരിയിൽ വെച്ചാൽ രൂപീകരിക്കപ്പെടുന്നത്. അപ്പം നമ്മൾ മനസ്സിലാക്കിയിടത്തോളം അല്ലെങ്കിൽ SKSF പ്രവർത്തിക്കണം, അല്ലെങ്കിൽ അതിൻ്റെ മുമ്പത്തെ സംഘടന എന്നൊക്കെ SSF ഉണ്ടാവണം, അതിൻ്റെ യുവജന സംഘടന എന്നൊക്കെ SYS ഉണ്ടാകണം. അതുമായി ബന്ധപ്പെട്ട അനുബന്ധ സംഘടനകൾ സമസ്തയ്ക്ക് ധാരാളമുണ്ട്. ഇവിടെ ഒന്നും ഇല്ലാതെ ഒരു സുപ്രഭാതത്തിൽ സംഘടനയുടെ നേതൃസ്ഥാനത്തേക്ക് വരുമ്പോൾ സ്വാഭാവികമായി ഉണ്ടായിരുന്ന കുറേ പരിധികളും പരിമിതികളുണ്ട്. പരിചയക്കുറവ് നല്ലോണം ഉണ്ട് എന്നുള്ളത്. പിന്നെ ഒന്ന്, നമുക്ക് പഠിച്ച 2 ചെവി ഒരു തൊള്ളിയും തന്നിക്കണം. എന്താ കൂടുതൽ കേൾക്കാൻ കുറച്ച് പറയാനാണ്. കേൾക്കാൻ തയ്യാറാകലാണ് ഒന്നാമതിന് ആവശ്യം. കേൾക്കാൻ തയ്യാറാകുക എന്നുള്ളത് നമ്മൾ വെറും ആജ്ഞാപിക്കാൻ വേണ്ടി മാത്രം നിയോഗിക്കപ്പെട്ട ആളുകളാണെന്നുള്ള ബോധ്യം ഒഴിവാക്കി കൃത്യമായി കേൾക്കാൻ തയ്യാറായി സമസ്തയുടെ നേതാക്കന്മാരും ലീഗിൻ്റെ നേതാക്കന്മാരൊക്കെ ഒന്നിച്ചൊരു മേശപ്പുറത്തിരുന്ന് നല്ല രീതിയിൽ ചർച്ച ചെയ്താൽ പരിഹാരമുണ്ടാകും. ഇവിടെ വേണ്ടത് വിമർശനം. 2 തരത്തിലുള്ള വിമർശനങ്ങളുണ്ട്. ഒന്ന് ക്രിയേറ്റീവ് ക്രിറ്റിസിസമാണ്, ക്രിയാത്മകമായ വിമർശനം. നേരാകണം എന്ന ഉദ്ദേശത്തോടു കൂടി നടക്കുന്ന വിമർശനമാണെങ്കിൽ അത് ഉൾക്കൊള്ളാൻ നമ്മൾ തയ്യാറാകണം. മറ്റേ അക്യൂസിങ് ക്രിറ്റിസിസമാണ്, കുറ്റപ്പെടുത്താനുള്ള വിമർശനങ്ങളാണെങ്കിൽ അതിനെ നമ്മൾ പാടെ അവഗണിക്കുകയും വേണം. ഇവിടെ എന്ത് ചെയ്താൽ മതി? നേതാക്കന്മാർക്കിടയിൽ ആരാണ് ഒരു നല്ല സുഹൃത്ത്? തന്നെ വിമർശിക്കാവുന്ന ഒരാളാണ് നല്ല സുഹൃത്ത്. തന്നെ വിമർശിക്കാതാവുന്ന ആളാണ് നല്ല സുഹൃത്ത്. ആ ഒരു സൗഹൃദ ബന്ധം നിലനിർത്തണം ഞാൻ പറഞ്ഞു. വിമർശിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത് നല്ലതിന് വേണ്ടിയാണെന്നുള്ള ചിന്ത വന്നാൽ പ്രയാസം ഉണ്ടാവില്ല. അങ്ങനത്തെ ആളുകൾ ഉണ്ടായാൽ മതി. അപ്പോൾ സ്വാഭാവികമായിട്ട് പ്രശ്നങ്ങളില്ലാതാകും. ഇവിടെ യഥാർത്ഥത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഒരു വിഭാഗം ഇപ്പോഴും തീരരുത് എന്നാഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. അതാണല്ലോ ഈ CAC പ്രശ്നങ്ങൾ നീണ്ടുപോകാൻ കാരണം. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇന്ന് പ്രഖ്യാപനമുണ്ടാകും, സംയുക്ത സ്റ്റേറ്റ്മെൻറ്റുകൾ വരാനായിട്ടുണ്ട് എന്നൊക്കെ കരുതി എല്ലാം റെഡിയായി നിൽക്കുമ്പോൾ വേറെ എന്തെങ്കിലും പ്രശ്നം കാണും. അത് ഒഴിവായി കിട്ടണമെന്നാണ് എൻ്റെ പക്ഷം. പക്ഷേ നിരവധി കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു. പറഞ്ഞു വെച്ച കാര്യങ്ങളെ കുറിച്ചൊക്കെ മാഷക്ക് പൂർണ്ണമായ ഒരു ധാരണ ഉണ്ടാവുമല്ലോ. അതിന് ഇതിനൊരു തുടർ ചർച്ച വേണ്ടി വന്നാൽ മാഷ എങ്ങനെയായിരിക്കും മാഷയുടെ പ്രതികരണം? ഞാൻ സമസ്ത പഠിച്ചത്, ലീഗ് പഠിച്ചത്, എൻ്റെ റോൾ മോഡലായിട്ട് ഞാൻ കണ്ടത് KT ഉസ്താദിനെയാണ്. അതിന് കാരണം 87 മുതൽ 22 വർഷക്കാലം KT ഉസ്താദിൻ്റെ കൂടെ യാത്ര ചെയ്തു. ശരീഅത്ത് സംവാദ കാലഘട്ടങ്ങളിൽ ഏലംകുളത്ത് ഒരു പരിപാടി പോയി. അവിടുത്തെ കാരണന്മാർ പറഞ്ഞത് ശരീഅത്തുകളിൽ പരാമർശിക്കുമ്പോൾ നമ്പൂതിരി കുട്ടിയെ പറയരുത് എന്ന്. നമ്പൂതിരിയെ EMSനെ പരാമർശിക്കാതെ ശരീഅത്ത് വിശദീകരിക്കാൻ പറ്റില്ല എന്ന് KT ഉസ്താദ് പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നജാത്തുമായി ബന്ധപ്പെട്ട് ഏറെ സുതാര്യമായിരുന്നു KT ഉസ്താദ് നിർമ്മാണം. അദ്ദേഹം ഗൾഫിലേക്ക് പോകും, ഉദാരമതികളെ കാണും, ഒരു സംഭാവന നൽകും. നജാത്തിൽ തിരിച്ചെത്തിയാൽ എല്ലാവർക്കും കത്തെഴുതും. ആ കത്തെഴുതുന്ന കൂട്ടത്തിൽ ഒരു പക്ഷേ സ്വന്തക്കാർക്കൊരു കത്തും പോയിട്ടുണ്ടാവും. അന്ന് 6 രൂപയാണ് പോസ്റ്റേജായിട്ട് വാങ്ങിയിരുന്നത്. ആ 6 രൂപ അദ്ദേഹം തരും. ഒരിക്കൽ കണ്ടെത്തുന്ന അദ്ദേഹം സാധാരണ വരുന്നത് പോലെ സ്ഥാപനത്തിലേക്ക് നജാത്തിൻ്റെ വാഹനത്തിൽ വന്നു. എന്നോട് ചോദിച്ചു, കണ്ടെത്തുന്ന നജാത്തിലേക്ക് എത്രയാണ് ജീപ്പ് വാടക? എന്തിനെന്നറിയാതെ ഞാൻ ഏകദേശം ഒരു 30 രൂപയാകുമെന്ന് പറഞ്ഞു. അദ്ദേഹം ആ പണം എടുത്തു തന്ന് ജീപ്പിൻ്റെ കണക്കിൽ എഴുതി വെക്കാൻ വേണ്ടി പറഞ്ഞു. ശേഷം എന്നോട് പറഞ്ഞു, ഞാൻ കണ്ടെത്തുന്നത് പോരുമ്പോൾ എൻ്റെ കുടിക്കാരത്തി കൂടെ ഉണ്ടായിരുന്നു. അവളുടെ ഉമ്മയെ കാണാൻ സ്ഥാപനത്തിൻ്റെ വാഹനം കുടുംബത്തിന് യാത്ര ചെയ്യാനുള്ളത്. അതായിരുന്നു സുതാര്യത. ഇതായിരുന്നു റോൾ മോഡൽ എന്ന് ഞാൻ പറയാൻ കാരണം. മാത്രവുമല്ല കണിശത.
KT ഉസ്താദിന് ആർക്കും കാത്തു നിൽക്കേണ്ടി വന്നിട്ടില്ല. അദ്ദേഹത്തിൻ്റെ അപ്പോയിൻമെൻറ്റ് വാങ്ങി പോകുന്ന ആളുകളെ പോലും അദ്ദേഹം കാത്തു നിൽക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നു. ഞാനിതൊക്കെ പറഞ്ഞു വരുന്നത് 1987 സെപ്റ്റംബർ 4 മുതൽ നജാത്തിൽ ജോയിൻ ചെയ്ത് ഏകദേശം 34 വർഷം ജോലി ചെയ്ത് പുറത്തിറങ്ങുമ്പോൾ നജാത്തുമായി ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ, സംഘടനയുമായി ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ തികച്ചും സത്യസന്ധമായ ഒരു വിവരണമാണ് നൽകിയിട്ടുള്ളത്. ആലങ്കാരികമായ പദപ്രയോഗങ്ങൾ പോലും ഇതിനകത്ത് നടത്തിയിട്ടില്ല. മനഃപൂർവ്വം ഒരു വ്യക്തിയും പരാമർശിച്ചിട്ടില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നു, ആ KT ഉസ്താദിൻ്റെ കൂടെ 22 വർഷക്കാലം യാത്ര ചെയ്യാൻ, വഫാത്താകുന്ന ദിവസം വരെ ഒപ്പമുണ്ടാകാൻ അവസരം കിട്ടിയ വ്യക്തി എന്നുള്ളതിനൊക്കെ ദാറുന്നജാത്തുമായി ബന്ധപ്പെട്ട് 34 വർഷക്കാലത്തെ എൻ്റെ സേവന കാലയളവിലുണ്ടായ സംഭവങ്ങൾ ആരുമായും എവിടെ വെച്ചും സംവദിക്കാൻ ഞാൻ തയ്യാറാണ്. ഈ പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും സത്യസന്ധത ഇല്ലായ്മയുണ്ടെന്ന് ബോധ്യപ്പെട്ട് ആരെ വെല്ലുവിളിയും സ്വീകരിക്കാൻ തയ്യാറാണ്. പറഞ്ഞ കാര്യങ്ങളിൽ മുഴുവൻ വ്യക്തമായ തെളിവുകൾ സഹിതം വേണമെങ്കിൽ മെറ്റീരിയൽ എവിഡൻസ് സഹിതം ആരുടെ മുമ്പിലും എവിടെ വെച്ചും അവർ തീരുമാനിക്കുന്ന സ്ഥലത്ത് അവരുമായി സംവദിക്കാൻ ഇക്കാര്യത്തിൽ ഞാൻ തയ്യാറാണെന്ന് അറിയാം. വളരെ നന്ദി മാഷെ. 26ന്റെ അതിഥികൾക്കൊപ്പം എന്ന ഈ പരിപാടിയിൽ വന്ന് ഇത്രയും നേരം ഞങ്ങളോട് സംവദിച്ചതിന്. അള്ളാഹു അനുഗ്രഹിച്ചാൽ ഇൻഷാ അല്ലാഹ് നമുക്ക് വീണ്ടും ഈ വേദിയിൽ വെച്ച് കണ്ടുമുട്ടാം എന്ന് വിശ്വസിക്കുന്നു. നന്ദി മാഷെ.